ഹായ് മക്കളെ, എല്ലാവർക്കും സ്റ്റഡി ടേബിൾ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഫോർത്ത് ചാപ്റ്റർ. കെമിസ്ട്രിയിലെ ഫോർത്ത് ചാപ്റ്ററിന് പ്രത്യേകം അറിയാമല്ലോ, പലപ്പോഴും പലർക്കും ഒരുപാട് പ്രയാസമായി പറയാറുള്ള, പലർക്കും തെറ്റുകൾ സംഭവിക്കാറുള്ള ഒരു ചാപ്റ്ററാണ് ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇതിൽ കഴിഞ്ഞ 5 വർഷം 2025 പിന്നിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് 2020 വരെയുള്ള 5 വർഷങ്ങളിലെ SLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും SLC പരീക്ഷയുടെ തൊട്ട് മുമ്പ് നടക്കുന്ന മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. മാത്രമല്ല, ഈ ചാപ്റ്ററിലേക്ക് പുതിയതായിട്ട്, അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടാവില്ല, ഈ വർഷം പുതിയതായി ടെക്സ്റ്റിലേക്ക് ആഡ് ചെയ്ത ചില ടോപ്പിക്കുകളുണ്ട്, കൂട്ടിച്ചേർത്ത ചില ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ചോദ്യങ്ങൾ പഠിക്കുന്നതിലൂടെ ഈ ചാപ്റ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സോ നമ്മൾ ഓരോ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക, പരീക്ഷയ്ക്ക് നന്നായിട്ട് മാർക്ക് വാങ്ങുക. ഓക്കെ, 4 പാർട്ടുകളായിട്ടാണ് നമ്മൾ ഇതിൽ ഈ 5 വർഷങ്ങളിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ മുൻ വർഷ ചോദ്യങ്ങളും കൂടാതെ പുതിയതായിട്ട് ചേർത്ത ഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സോ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. റെഡി അല്ലേ? ഓക്കെ, നമ്മളെ ഫസ്റ്റ് ചോദ്യം കേട്ടോ. 2 മോളാർ മാസ് ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക. ഇതാണ് ചോദ്യം. 2 മോളാർ മാസ് ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഈ 2 മോളാർ മാസ് അഥവാ 2 മോളാർ മാസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 2 മോളാർ മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, മോളാർ മാസ് എന്ന് പറഞ്ഞാൽ അത് മോളുകളുടെ എണ്ണത്തിന് തുല്യമാണ്. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളുകളുടെ എണ്ണത്തിന് തുല്യമാണ്. അപ്പൊ ഈ മോളാർ മാസ് എന്ന് പറയുമ്പോൾ മോളുകളുടെ എണ്ണമാണ്, നമ്പർ ഓഫ് മോൾസ് ആണെന്ന കൃത്യമായ സംഗതി. അത് പുതിയ വേറെ എന്താന്ന് കരുതണ്ട. ഓക്കെ, മോളാർ മാസ് 2 മോളാർ മാസ് എന്ന് പറഞ്ഞാല് 2 മോള്, 3 മോളാർ മാസ് എന്ന് പറഞ്ഞാല് 3 മോള്. മുൻ വർഷങ്ങളിലൊക്കെ GMM എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങള് GAM പഠിക്കുന്നില്ലേ? ഗ്രാം അറ്റോമിക് മാസ് എന്ന വാക്ക് പഠിക്കണില്ലേ? ഉണ്ടല്ലോ. ആ ഗ്രാം അറ്റോമിക് മാസിന് പകരം ഗ്രാം മോളിക്കുലർ മാസ് GMM എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോ ഈ GMM എന്ന വാക്കിന് പകരം മോളാർ മാസ് എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കുട്ടികളെ. അവ പേടിക്കണ്ട. മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്പർ ഓഫ് മോൾസ് ആണ്, മോളുകളുടെ എണ്ണമാണ് കേട്ടോ. അപ്പോ ഇവിടെ ചോദിക്കുന്നത് 2 മോളാർ മാസ്. അപ്പൊ നമ്മൾ ആദ്യമേ പറയാണ്, നോട്ട് ചെയ്ത് വെക്കുക മക്കളെ. 2 മോളാർ മാസ് അഥവാ 2 മോളാർ മാസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അത് സമം 2 മോളാണ്. 2 മോളാണ്. അപ്പോ 2 മോൾ, 2 മോൾ എന്ന് പറയുന്നതിന് പകരം 2 മോളാർ മാസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. വേറെ യാതൊരു പ്രശ്നവും. എന്താ ചോദിക്കണത്? ആറ്റങ്ങളുടെ എണ്ണം കാണുക എന്നാ ചോദിച്ചത്. എന്താ ചോദിച്ചത്? ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആറ്റങ്ങളുടെ എണ്ണം കാണാൻ സമവാക്യം എന്താ ഉള്ളത്? ഇപ്പൊ നമുക്ക് ഒരു ആറ്റത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു മാസ് തരികയാണെങ്കിൽ നമുക്ക് അതിന്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു. അതിന്റെ അറ്റോമിക് മാസ് കൊണ്ട് ഹരിച്ച് ഇൻറ്റു n ചെയ്താൽ മതി. ഇങ്ങനെ നിങ്ങള് ഈ മോളുകളുടെ എണ്ണം തന്നിട്ട്, മക്കളെ ശരിക്കും ശ്രദ്ധിക്കണേ. മോളുകളുടെ എണ്ണം തന്നിട്ട് നിങ്ങളോട് ആറ്റങ്ങളുടെ എണ്ണം കാണാൻ പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു സമവാക്യം ഉണ്ടടാ. എന്താ അറിയോ? അതായത് മോളുകളുടെ എണ്ണം തന്നിട്ടാണെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണം സമീകരിച്ചു മക്കളെ. ആറ്റങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു എന്താണ്? മോളുകളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് അഥവാ മോളുകളുടെ എണ്ണം ഇൻറ്റു ഗുണിക്കണം അറ്റോമിസിറ്റി എന്ന് ഇംഗ്ലീഷ് പറയും. മലയാളത്തിൽ നമ്മൾ അറ്റോമികത എന്ന് പറയും. അറ്റോമികത അഥവാ അറ്റോമിസിറ്റി എന്ന് ഇംഗ്ലീഷ് പറയും. ഇൻറ്റു എൻ. അപ്പൊ ആറ്റങ്ങളുടെ എണ്ണം കാണാനുള്ള, നമ്പർ ഓഫ് ആറ്റംസ് കാണാനുള്ള സമവാക്യം മറക്കല്ലേ. മോളുകളുടെ എണ്ണമാണ് തന്നിട്ടുള്ളതെങ്കിൽ, അഥവാ മോളാർ മാസ് എന്ന് പറഞ്ഞാലും മോളിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ സെയിം അല്ല മക്കളെ? ആണ്. അപ്പോ ആറ്റങ്ങളുടെ എണ്ണം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ മോളുകളുടെ എണ്ണത്തെ അറ്റോമിസിറ്റി കൊണ്ട് ഗുണിക്കുക ഇൻറ്റു n. ഈ ചാപ്റ്റർ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ സമവാക്യം എഴുതിയിട്ട് ചെയ്യണം മക്കളെ. വളരെ കൃത്യമായിട്ട് വേഗം മാഷന്മാരിങ്ങനെ മാർക്കിട്ട് ഇങ്ങനെ പോട്ടാ. ഓക്കെ, അപ്പോ ഇവിടെ 2 മോളാണ് ചോദ്യത്തിലുണ്ട്. ചോദ്യത്തിൽ 2 മോളാൻ തന്നിട്ടുണ്ട് മക്കളെ. എന്താണ് ഈ അറ്റോമികത, അറ്റോമിസിറ്റി എന്താടാ? അതായത് ഇവിടെ ജലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയണം, ജലം എന്ന് പറഞ്ഞാൽ H2O ആണ്. ജലം എന്താണ്? H2O ആണ്. H2O എന്ന് പറയുമ്പോൾ, H2O എന്ന് എഴുതുമ്പോൾ ഇതിൽ മക്കളെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടടാ? Hന്റെ താഴെ നമ്പർ എത്രയാണ്? 2 അല്ലെ? എത്ര ഓക്സിജൻ ആറ്റുണ്ട്? ഓക്സിജന്റെ താഴെ നമ്പർ വല്ലതും ഉണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ 1 ഓക്സിജൻ ആണ്. അപ്പൊ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പൊ ഇതിന്റെ അറ്റോമികത, അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ 2 + 1 = 3.
ജലത്തിന്റെ H2O വാട്ടറിന്റെ അറ്റോമിസിറ്റി എത്രയാണ് 3. അപ്പോ H2O എന്ന് പറയുമ്പോൾ തന്നെ അറ്റോമികത വളരെ സിമ്പിൾ നമുക്ക് കാണാം. അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കൂട്ടി നോക്കിയാൽ മതി. അപ്പൊ മോളുകളുടെ എണ്ണം 2, അറ്റോമികത 3 ഇൻറ്റു Na കൊടുക്കുക. അപ്പൊ എത്രയാടാ 2 × 3 എത്രയാണ് 6 ഇൻറ്റു Na എന്ന് പറഞ്ഞാൽ എന്നയുടെ വാല്യൂ എത്രയാണ്? അവഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23. മക്കളെ നമുക്ക് ആൻസർ കിട്ടിടാ. ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ? പ്രശ്നമില്ലല്ലോ. അപ്പൊ മോളുകളുടെ എണ്ണം തന്നിട്ട് മോളുകളുടെ എണ്ണം തന്നിട്ട് ആറ്റങ്ങളുടെ എണ്ണം കാണാൻ ചോദിച്ചാൽ സമവാക്യം എഴുതുക. അതിൽ വില കൊടുക്കുക. 2 മോളാണ്. അറ്റോമികത എന്ന് പറഞ്ഞാൽ ആ സംയുക്തത്തിലുള്ള ആ കോമ്പൗണ്ടിലുള്ള ആറ്റങ്ങളുടെ എണ്ണമാണ്. H2O എന്ന് പറഞ്ഞാൽ 3. ഇപ്പൊ വേറെ എക്സാമ്പിൾ മക്കൾ നോക്കിട്ടോ. നിങ്ങൾക്ക് അമോണിയാണ് തന്നെന്ന് കരുതുക. NH3 ആണല്ലോ അമോണിയ തന്നിട്ട് അമോണിയയുടെ അറ്റോമികതയാണെങ്കിൽ എത്രയായിരിക്കടാ? ഇവിടെ എത്ര N ഉണ്ട്? N താഴെ നമ്പർ ഒന്നും ഇല്ലല്ലോ. 1 N. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 എന്ന് കാണുന്നില്ല 8 താഴെ. അപ്പൊ 1 + 3 എത്രയാണ്? 4. അതായത് നിങ്ങൾക്ക് NH3 ആണ് ഈ ചോദ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, അമോണിയ ആണെങ്കിൽ അതിന്റെ അറ്റോമികത എത്രയായിരിക്കും? അത് 4 ആയിരിക്കും. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യം ചെയ്തു കേട്ടോ. അപ്പോ സമവാക്യം മറക്കരുത്. മോളുകളുടെ എണ്ണം തന്നിട്ട് ആറ്റങ്ങളുടെ എണ്ണം കാണാൻ ചോദിച്ചാൽ ഈ സമവാക്യം എഴുതുക, വാല്യൂ കൊടുക്കുക. ഇത്രയും എണ്ണം ആറ്റങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? കറക്റ്റ് അല്ലേ? നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവണേ, ശ്രദ്ധിക്കണേ. ഓക്സിജൻ, ഹൈഡ്രജൻ എന്നീ 2 വാതകങ്ങൾ STPയിൽ സ്ഥിതി ചെയ്യുന്നു. മക്കളെ 2 വാതകങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കണം അല്ലെ? 2 വാതകങ്ങൾ, 2 ഗ്യാസസ് എന്ന് പറയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക. ചില ആൾക്കാർ വരുന്ന ഒരു തെറ്റുണ്ട് കേട്ടോ. അതായത് ഓക്സി എന്ന് പറയുമ്പോൾ ഒരു O എന്ന് മാത്രം കരുതും, ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ H മാത്രം കരുതും. മക്കളെ ഓക്സിജൻ ഗ്യാസ് വാതകം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ വാതകം എന്ന് പറഞ്ഞാൽ അത് O എടുത്താ പോരട്ടോ, അത് O2 ആണ്. ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ, ഹൈഡ്രജൻ വാതകം എന്ന് പറഞ്ഞാൽ, നീ ഹൈഡ്രജൻ വാതകം എന്ന് പറയാതെ STPയിൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം മക്കളെ. അതായത് STP എന്ന് പറഞ്ഞാൽ തന്നെ വാതകത്തിന്റെ ഗ്യാസിന്റെ കാര്യമാണ്. ഓക്സിജൻ STPയിൽ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറും O ആയി സങ്കല്പിക്കരുത്. STP എന്ന് പറഞ്ഞാൽ അത് ഗ്യാസുമായി, വാതകങ്ങളുമായി ബന്ധപ്പെട്ട നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. നമ്മൾ അതിലേക്ക് വരും അല്ലെ? അപ്പോ ഹൈഡ്രജൻ വാതകം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് എന്ന H2 ആണെന്ന് മനസ്സിലാക്കട്ടാ. ഓക്കെ, ഇനി എന്താ ഇവിടെ തരുന്നത്? 64 ഗ്രാം ഓക്സിജനിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം എത്ര? 64 ഗ്രാം ഓക്സിജൻ അല്ലെ? അതായത് 64 ഗ്രാം ഓഫ് ഓക്സിജനിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ തന്നു. എന്നിട്ട് ഇങ്ങോട്ട് 64 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞു. മക്കളെ ഇങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ ഇപ്പൊ 64 ഗ്രാം, 64 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അത് ഓക്സിജന്റെ ഭാരമല്ലേ തന്നിട്ടുള്ളത് അല്ലെ? ഓക്സിജന്റെ മാസ് എന്ന മക്കളെ ഗ്രാം തരികയാണെ എന്താടാ? മാസാണ്. ഏതൊരു വിലയുടെ നേരെ നിങ്ങൾ ഗ്രാം എന്ന് കണ്ടാൽ അപ്പോഴേ മനസ്സിലാക്കുക ഇത് മാസാണ്. ഓക്കെ, അങ്ങനെ ഏതൊരു വില, ഇനിയിപ്പോ മാസ് തന്നോട്ടെ, STPയിലുള്ള വ്യാപ്തം തന്നോട്ടെ, ഏത് തന്നാലും നിങ്ങൾ ആദ്യം മോള് കണ്ടുവെക്കുക. നമ്പർ ഓഫ് മോൾസ് അഥവാ മോളുകളുടെ എണ്ണം കണ്ടുവെക്കുക എന്ന് പറഞ്ഞ മക്കളെ നിങ്ങൾക്കറിയാം. ഒരു മോള് എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ ഓർമ്മിക്ക് വരണം കേട്ടോ മക്കളെ. ഒരു മോള് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഓർമ്മിക്ക് വരണം. അതെന്താ? ഒരു മോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 കാര്യം ഓർമ്മിക്ക് വരണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു മോളെങ്ങനെ ആലോചിക്കട്ട. ഒരു മോളെ ആലോചിക്കുമ്പോ അപ്പൊ നമ്മളൊരു മോള്, ഒരു പെണ്ണ് അങ്ങനെ തന്നെ കരുതിക്കോളി നിങ്ങള്. ആ പെണ്ണിനെ കാണാൻ പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കൂലേ, വയസ്സൊക്കെ ചോദിക്കൂലേ, വയസ്സൊക്കെ അന്വേഷിക്കൂലേ? അതേപോലെ ഇവിടത്തെ മോള് എന്ന് പറയുമ്പോ നമ്മൾ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം മക്കളെ. ഒന്ന്, അവരുടെ ആ മോള് എന്ന് പറയുമ്പോൾ വെയിറ്റ്, ഭാരം അറിഞ്ഞിരിക്കുക. ഒരു മോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വാതകത്തിനും കൃത്യമായൊരു ഭാരം ഉണ്ടാവും, ഒരു മാസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എത്രയാണോ അതിന്റെ മോളിക്യുലാർ മാസ്, ആ മോളിക്യുലാർ മാസ് നിങ്ങൾ ഗ്രാമിൽ പറഞ്ഞാൽ അത് അതിന്റെ 1 മോളാണ് മക്കളെ. 1 മോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മോൾക്കും ഒരേ വെയിറ്റ് ആവില്ല കേട്ടാ. ഓരോ ഗ്യാസിനും ഓരോ വാതകത്തിനും വെവ്വേറെ വെയിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ആ മോളെ സൈസ്. ഒന്ന്, 1 മോള് എന്ന് പറയുമ്പോൾ ആലോചിക്കണേ, എന്താ ആദ്യം ആലോചിക്കേണ്ടത്? അതിനൊരു വെയിറ്റ് ഉണ്ടാവും. എല്ലാ മോൾക്കും ഒരേ വെയിറ്റ് ഇല്ല കേട്ടാ. ഓരോ ഗ്യാസും ഓരോ മോളാകുമ്പോൾ വേറെ വെയിറ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഏത് മോളാണെങ്കിലും ആ മോളെ
സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വോളിയം അഥവാ വ്യാപ്തം. എല്ലാ വാതകമാണെങ്കിലും ഏത് ഗ്യാസ് ആണെങ്കിലും അതിന്റെ വോളിയം 1 മോളാണ്. ആ മോള വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22.4 ലിറ്റർ ആയിരിക്കും. 22.4 ലിറ്റർ അറ്റ് STP. മക്കളെ, എല്ലാ വാതകമാണെങ്കിലും ഏത് ഗ്യാസ് ആണെങ്കിലും ഒരു മോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ ഓർമ്മ വരുന്ന മക്കളെ, ഒരു മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ STPയിൽ 22.4 ലിറ്റർ ആയിരിക്കണം. ഇനി അടുത്ത മക്കളെ, ഏത് മോളായിക്കോട്ടെ ഏത് വാതകമായിക്കോട്ടെ ഒരു മോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 into 10⁻23 മോളിക്യൂൾസ്, അത്രയും തന്മാത്രകൾ ആയിരിക്കും. അപ്പോ എപ്പോഴും ഒരു മോള് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു മക്കളെ, ഒരു മോള് എന്ന് പറഞ്ഞാലും ഒരു മോളാർ മാസ് എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. രണ്ടും രണ്ടല്ല. 2 മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 2 മോളാണ്. 10 മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 10 മോളാണ്. ഓക്കെ, അപ്പൊ ഒരു മോൾ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ ആലോചിക്കണേ. ഒരു മോൾ എന്ന് പറയുമ്പോൾ 3 കാര്യം ആലോചിക്കണേ. ഒന്ന്, ഒരു മോൾ എന്ന് പറയുമ്പോൾ ഒരു വാതകത്തിന്റെ ഗ്യാസ് ഒരു മോൾ എന്ന് പറയുമ്പോൾ അത് അതിന്റെ മോളിക്കുലാർ മാസ് ഗ്രാമിൽ എടുക്കുന്നതിന് തുല്യമായിരിക്കും. ഉദാഹരണം CO2, കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് 44 കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എത്രയാടാ? 44 ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് 44 ആവുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക എന്ത്? അതായത് ഒരു മോൾ 1 മോൾ CO2 എന്ന് പറഞ്ഞാൽ ഈ മോളിക്കുലാർ മാസ് അഥവാ 44 ഗ്രാം ആക്കി പറഞ്ഞാൽ മതി. മനസ്സിലായി മക്കളെ? ഒരു മോള് CO2 എന്ന് പറഞ്ഞാൽ STPയിൽ അതിന്റെ വ്യാപ്തി ആയിരിക്കടാ. അതാണ് നമ്മൾ പറഞ്ഞത്. ഒരു മോള് ഏത് വാതകമായിക്കോട്ടെ STPയിലെ വ്യാപ്തി എത്രയാണ്? 22.4 ലിറ്റർ ആണ് STPയിലെ വ്യാപ്തം. മക്കളെ, ഒരു മോള് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര തന്മാത്ര ഉണ്ടടാ? 6.022 ഗുണിക്കണം 10⁻23 തന്മാത്രകൾ, അത്രയും മോളിക്യൂൾസ്. അതാ പറഞ്ഞത്. ഒരു മോൾ എന്ന് പറയുമ്പോൾ നോട്ട് ചെയ്യണേ, ഇത് എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടാവണം കേട്ടോ. ഒരു മോൾ എന്ന് പറയുമ്പോൾ കൃത്യമായി നോട്ടിൽ എഴുതി വെക്കുക. ഈ മോൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മോൾ സങ്കല്പന എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇത് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഒരു മോള് അത് ഏത് ഗ്യാസ് ആയിക്കോട്ടെ ഏത് വാതകം ആയിക്കോട്ടെ 1 മോൾ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, അതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു മോള് CO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ CO2ന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 44 അല്ലേ? അപ്പടാ ആ 44 ഗ്രാം എന്ന് പറഞ്ഞാൽ മതി. മോളിക്കുലർ മാസ് ഗ്രാം പറഞ്ഞാൽ മതി. ഇനി നോക്കി നിങ്ങള്, ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു മോൾ ഏത് വാതകം ആയിക്കോട്ടെ അതിന്റെ STPയിലുള്ള വ്യാപ്തം വോളിയം മറ്റേ STP എത്രയായിരിക്കടാ? 22.4 ലിറ്റർ ആയിരിക്കും. അടുത്തത് എന്താണ്? ഒരു മോൾ ഏത് വാതകം ആയിക്കോട്ടെ ഏത് ഗ്യാസ് ആയിക്കോട്ടെ അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം 6.022 into 10⁻23 ആയിരിക്കും. അപ്പോൾ മോൾ എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മയിൽ നിർബന്ധമാണ് മക്കളെ. ഇത് മോളിനെ കുറിച്ച് ഏറ്റവും ബേസിക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ കാര്യം പോലും ഓർമ്മയില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോരുത് കേട്ടോ. അപ്പൊ കൃത്യമായി നോട്ടിൽ ഇതാ ഈ ഒരു ഭാഗം, ഈ ഒരു സംഗതി, ഒരു മോള് എന്ന് പറഞ്ഞാൽ 1 മോളാർ മാസ് ആണ്. ഒരു മോള് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ മനസ്സിലുണ്ടാവണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് പോവണേ. ഇവിടെ പറഞ്ഞ എന്താണ്? 64 ഗ്രാം ഓക്സിജൻ. അപ്പൊ ഇവിടെ തന്ന വെയിറ്റ് എത്രയാടാ? 64 ഗ്രാം ഓക്സിജൻ. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, അതിലുള്ള തന്മാത്രകളുടെ അഥവാ മോളിക്യൂൾസിന്റെ എണ്ണം കാണാൻ ചോദിച്ചാൽ ആദ്യം എത്ര മോളാന്ന് കണ്ടുവെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു O2 എന്ന് പറയുന്ന വാതകം, O2 എന്ന് പറഞ്ഞ ഗ്യാസ്, O2ന്റെ മോളിക്കുലർ മാസ് എത്ര? അത് നിങ്ങൾ തരുന്നുണ്ട് മക്കളെ. ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ് നിങ്ങൾ തരുന്നുണ്ട്. അപ്പോ ഒരു O2 എന്ന് പറയുമ്പോൾ അതിൽ 2 ഓക്സിജൻ മക്കളെ, 2 ഓക്സിജനിലേടാ. അതിൽ ഒരു ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16. അപ്പൊ O2 എന്ന് പറഞ്ഞാൽ 2 into 16 = 32 ആണ്. എയുടെ ആൻസർ ചെയ്യുമ്പോൾ ആദ്യം O2ന്റെ മോളിക്കുലാർ മാസ് ഓഫ് O2ന്റെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം O2ന്റെ മോളിക്കുലാർ മാസ് കാണുക കേട്ടോ. എ എന്ന ആൻസർ ചെയ്യുമ്പോൾ ആദ്യം O2ന്റെ മോളിക്കുലാർ മാസ് കാണുക. ഇനി മക്കളെ, ഇവിടെ നമ്മോട് മോളിന്റെ എണ്ണം ആദ്യം കണ്ടെക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ എത്ര വെയിറ്റ് എന്നത്? 64 ഗ്രാം ആണ്, 64 ഗ്രാം ആണ്. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതുക നമ്പർ ഓഫ് മോൾസ് അഥവാ മോളുകളുടെ എണ്ണം സമം എത്രയാണ് അവിടെ തന്നിട്ടുള്ളത്? 64 അല്ലേ? 64 ആണ്. ഒരു മോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോള് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്രയാടാ? ഓക്സിജന്റെ മോളിക്കുലർ മാസ് 32 അല്ലേ?
ആ 32 കൊണ്ട് ഹരിക്കുക. 64/32 എത്രയാണ്? അപ്പൊ ആൻസർ 2 മോൾ എന്ന് കിട്ടി. എത്ര കിട്ടി? മോളിന്റെ എണ്ണം 2 എന്ന് കിട്ടി. ഓക്കെ, നമ്മോട് ചോദിച്ചത് മോളിന്റെ എണ്ണം നമ്പർ ഓഫ് മോൾസ് ആണോ? അല്ല, തന്മാത്രകളുടെ എണ്ണം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എഴുതും തന്മാത്രകളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു, എടാ ഒരു മോൾ എന്ന് പറഞ്ഞാല്, ഒരു മോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ അങ്ങോട്ട് പഠിക്കാൻ പറഞ്ഞു, മറന്നോ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾസാ? ഒരു മോള് ഏത് ഗ്യാസ് ആയിക്കോട്ടെ, ഏത് വാതകം ആയിക്കോട്ടെ, എത്ര മോളിക്യൂളാണ്, എത്ര തന്മാത്രയാണ്? 6.022 × 10⁻23 അല്ലേ? അങ്ങനെ ഇവിടെ ഒരു മോളല്ലല്ലോ, ഇവിടെ എത്ര മോളുണ്ട്? ഇവിടെ എത്ര മോളാടാ? ഇവിടെ 2 മോളില്ലേ? അപ്പൊ തന്മാത്രകളുടെ എണ്ണം നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ എഴുതുക? തന്മാത്രയുടെ എണ്ണം സമം 2 × 6.022 × 10⁻23. മക്കളെ ആൻസർ കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ലേ? അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള വെയിറ്റ് അഥവാ മാസ് തന്നാലും STPയിലെ വ്യാപ്തം തന്നാലും അങ്ങനെയുള്ള ഏത് സാധനം തന്നാലും വേഗം പോയിട്ട് ആദ്യം എന്ത് കണ്ടുവെക്കടാ? ആദ്യം എന്ത് കാണുക? മോള് കാണുക. മോള് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും കാണാം. കാരണം നമുക്കറിയാലോ എന്ത്? ഒരു മോള് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസിന് തുല്യാണ്. ഒരു മോള് എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ്. ഒരു മോള് എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 ആണ്. തന്മാത്രകൾ, മോളിക്യൂൾസ് അല്ലെ? അപ്പൊ അത് വെച്ച് മോള് കണ്ട ബാക്കിയൊക്കെ പറയാട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ എപ്പോഴും നമ്പർ ഓഫ് മോൾസ്, മോള് കണ്ട ആദ്യം കണ്ടുവെക്കുക. ഇനി മക്കൾ എന്താണ് ബി ചോദ്യം? 64 ഗ്രാം ഓക്സിജന്റെ 64 ഗ്രാം ഓക്സിജന്റെ തുല്യ വ്യാപ്തമുള്ള നൈട്രജന്റെ മാസ്. മക്കളെ നൈട്രജന്റെ മാസ്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? നൈട്രജന്റെ മാസ് കാണണം അല്ലെ? എന്ത് കാണണം? നൈട്രജന്റെ മാസ് കാണണം. അത് എത്ര മോളാന്ന് അവിടെ ഡയറക്റ്റ് ആയി പറഞ്ഞോ? ഇല്ല. പകരം നമുക്ക് തന്നു 64 ഗ്രാം ഓക്സിജൻ തന്നു. എടാ നമ്മൾ നേരത്തെ കണ്ടില്ലേ? എന്ത് കണ്ടു? എന്ന ചോദ്യത്തിൽ നമ്മൾ കണ്ട് എന്ത്? 64 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞ 2 മോളാന്ന് നമ്മൾ കണ്ടില്ലേ? കണ്ടോ ഇല്ലേ? കണ്ടു. അപ്പൊ നമ്മൾ ബി ചോദ്യത്തിന് ആൻസർ എഴുതുമ്പോ ആദ്യം എന്താ പറയണത്? 64 ഗ്രാം ഓക്സിജൻ, 64 ഗ്രാം ഓക്സിജൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിക്കോളി. എന്ത് എഴുതാം മക്കളെ? 64 ഗ്രാം ഓക്സിജൻ സമം 2 മോൾ എന്ന് ആദ്യം എഴുതുക. 64 ഗ്രാം ഓക്സിജൻ സമം 64/32 സമം 2 മോൾ എന്ന് ആദ്യം എഴുതുക. ഓക്കെ, അപ്പൊ മോളിന്റെ എണ്ണം കിട്ടിയില്ലേ? ഇനി നമ്മോട് ചോദിച്ചത് അതേ വ്യാപ്തത മക്കളെ, മോള് തുല്യ മോള് 2 മോള് നൈട്രജൻ എടുത്താലും 2 മോള് ഓക്സിജൻ എടുത്താലും 2 മോൾ ഹൈഡ്രജൻ എടുത്താലും ഒക്കെ ഒരു മോള് ഏത് ഗ്യാസ് എടുത്താലും വാതകം എടുത്താലും 22.4 അല്ലേ STPയിലെ വ്യാപ്തം അല്ലെ? അപ്പൊ 2 മോള് ഏത് വാതകം എടുത്താലും 2 × 22.4 ആവൂലേ? ഓക്കെ, നമ്മോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്ത് കാണാനാ പറഞ്ഞത്? മാസ് കാണാനാ പറഞ്ഞ മക്കളെ. നൈട്രജൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ N മാത്രം എടുക്കരുതേ. നൈട്രജൻ വാതകം, നൈട്രജൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് എടുക്കണം മക്കളെ? N2 എടുക്കണടാ. N2 എടുക്കണം. അപ്പൊ N2വിന്റെ മോളിക്കുലാർ മാസ് എന്ന് കണ്ടുവെച്ചാൽ നിങ്ങൾ N2വിന്റെ മോളിക്കുലാർ മാസ്. അതിന് നിങ്ങൾക്ക് ചോദ്യത്തിൽ നൈട്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞുകൊണ്ട് 14 തരണില്ലേ? അപ്പൊ അങ്ങനെ എത്ര നൈട്രജൻ ഇവിടെ? N2 എന്ന് പറഞ്ഞാൽ 2 നൈട്രജൻ അല്ലേ? അപ്പൊ 2 × 14 സമം 28 ആണ്. 2 × 14 സമം 28. N2വിന്റെ മോളിക്കുലാർ മാസ് N2 സമം 2 × 14 28 ആണെന്ന് കണ്ടു. നമ്മോട് കാണാൻ പറഞ്ഞത് ഇവിടെയുള്ള ഓക്സിജന്റെ തുല്യ വ്യാപ്തമുള്ള ഓക്സിജന്റെ സെയിം വോളിയമുള്ള സെയിം വോളിയം ആസ് ദാറ്റ് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2 മോൾ നൈട്രജന്റെ മാസാണ് കാണേണ്ടത്. എന്താണ്? 2 മോൾ നൈട്രജന്റെ മാസാണ്. അപ്പൊ 2 മോൾ നൈട്രജന്റെ മാസ് സമം, എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതാണ് 2 മോൾ നൈട്രജന്റെ മാസ് എന്ന് പറയുമ്പോൾ 2 × എന്താടാ? 2 × 1 മോൾ നൈട്രജന്റെ മാസ് എത്രടാ? 28 ആണ്. കാരണം 1 മോൾ എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസിന് തുല്യല്ലേ? ആണോ? അല്ലേ? യെസ്. അപ്പോ N2വിന്റെ മോളിക്കുലർ മാസ് 28 ആണെന്ന് പറഞ്ഞാൽ എടാ ഇത് 1 മോളിൻ്റെതാണ്. 1 മോൾ N2 എന്ന് പറഞ്ഞാൽ 28 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 2 മോൾ N2 എന്ന് പറയുമ്പോൾ 2 മോൾ N2 എന്ന് പറയുമ്പോൾ അതിന്റെ മാസ് എത്ര? 2 × 28 സമം 56 ഗ്രാം എന്ന് ഉത്തരം കിട്ടും. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ഇട്ടാ 2 മോൾ N2, 2 മോൾ. 1 മോൾ N2 എന്ന് പറഞ്ഞാൽ N2വിന്റെ മോളിക്കുലർ മാസിന് സെയിം ആണ്. അത് 28 നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നമ്മോട് ഇവിടെ പറഞ്ഞത് 64 ഗ്രാം ഓക്സിജന്റെ തുല്യവ്യാപ്തം എന്ന് പറയുമ്പോൾ 64 ഗ്രാം ഓക്സിജൻ 2 മോളാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 2 മോൾ N2വിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 2 × 28 സമം 56 ഗ്രാം എന്ന ആൻസർ കിട്ടി.
മക്കളെ മോളിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണേ. ഒരു മോൾ എന്ന് പറയുമ്പോൾ വീണ്ടും പറയാണ്, നമ്മൾ ആദ്യം പറഞ്ഞ ആ 3 കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. ഒരു മോൾ എന്ന് പറയുമ്പോൾ ഏത് വാതകം ആയിക്കോട്ടെ. ഇപ്പൊ NH3 അമോണിയ, അതിന്റെ മോളിക്കുലാർ മാസ് 17 ആടാ. എത്രയാണ്? 17. അപ്പൊ നമ്മൾ ഈ അമോണിയ പറ്റി ഒന്ന് പറഞ്ഞു നോക്കുക. അതായത് ഒരു മോൾ അമോണിയ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? ഒരു മോൾ അമോണിയ എത്ര ഗ്രാമാ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്കുലാർ മാസ് ഗ്രാം പറഞ്ഞാൽ മതി. 17 ഗ്രാം. ഒരു മോൾ അമോണിയയുടെ STPയിലെ വ്യാപ്തം, വോളിയം മറ്റേ STP എത്രടാ? 22.4. ഒന്നാണെങ്കിൽ ഒരു മോൾ ആണെങ്കിൽ ഇതാണ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഒരു മോള് അമോണിയയിൽ എത്ര തന്മാത്രകൾ ഉണ്ടാവും, എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? ആൻസർ ഇതാ 6.022 10⁻23. അപ്പൊ ഈ ബേസിക് ആയി ഒരു മോള് ഏത് ഗ്യാസ് എടുത്താലും, ഒരു മോള് ഏത് വാതകം എടുത്താലും ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ആ വാതകത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്കുലാർ മാസ് ഗ്രാം പറഞ്ഞാൽ മതി. ഒരു മോള് ഏത് ഗ്യാസ് എടുത്താലും അതിന്റെ STPയിലെ വോളിയം, STPയിലെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 22.4 ആണ്. ഇത് ഏത് ഗ്യാസ് ആയാലും എത്രടാ? 22.4 ആണ്. ഏത് ഗ്യാസ്, ഏത് വാതകവും ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.022 × 10⁻23 മോളിക്യൂൾസ് ആണ്. അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ട് മാത്രമേ ഈ ചാപ്റ്ററിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. നമ്മൾ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവണേ. 27 ഡിഗ്രി സെൽഷ്യസ് താപനില എത്രടാ? 27 ഡിഗ്രി സെൽഷ്യസ് താപനില. ഓക്കെ, 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2 atm മർദ്ദം. പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 atm പ്രഷറാണ്. ചില വാതകങ്ങളുടെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും പട്ടികയിൽ തന്നിട്ടുണ്ട്. വോളിയവും അതേപോലെ തന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസും നമുക്ക് ഈ ടേബിളിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പട്ടിക പൂർത്തിയാക്കുക എന്നാണ്. മക്കളെ ഇവിടെ നോക്കി നിങ്ങള്, വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസ്, വോളിയം ഇൻ ലിറ്റർ, നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. എടാ ഏത് വാതക നിയമത്തിലാണ്, ഏത് ഗ്യാസ് ലോയിലാണ് വോളിയവും തന്മാത്രകളുടെ എണ്ണത്തെ നമ്മൾ N എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും? അത് ക്യാപിറ്റൽ N എടുക്കാറുണ്ട്, സ്മോൾ N എടുക്കാറുണ്ട് അല്ലെ? തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂൾസിന്റെ എണ്ണം N. അപ്പൊ N, തന്മാത്രകളുടെ എണ്ണവും വോളിയവും തമ്മിൽ, വ്യാപ്തം തമ്മിലുള്ള ബന്ധം പറയുന്ന നിയമം ഏതാ? അവോഗാഡ്രോ നിയമമാണ്. എന്താ മക്കളെ? അവോഗാഡ്രോ നിയമമാണ്. അപ്പൊ നമ്മൾ പഠിച്ചു മക്കളെ, അവോഗാഡ്രോ നിയമത്തില് അപ്പൊ ഇവിടെ നമ്മള് വോളിയം, വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് എന്ന അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ആരെ പറ്റി പറയണില്ല. ഇവിടെ നമ്മൾ മർദ്ദം അഥവാ പ്രഷറിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നേ ഇല്ലല്ലോ. അതേപോലെ താപനില അഥവാ ടെമ്പറേച്ചർ, താപനില അഥവാ ടെമ്പറേച്ചറിനെ കുറിച്ച് നമ്മൾ പറയണേ ഇല്ല. എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നിയമത്തില് മർദ്ദവും താപനിലയും അഥവാ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്, സ്ഥിരമാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുട്ടികളെ. അതായത് ഈ മർദ്ദവും താപനിലയും, പ്രഷറും ടെമ്പറേച്ചറും തുല്യമാണെങ്കിൽ ഒരേ വ്യാപ്തമുള്ള, ഒരേ വോളിയമുള്ള ഏത് ഗ്യാസ് എടുത്താലും, ഇവിടെ നോക്കിയാൽ നിങ്ങൾ 3 ഗ്യാസ് ഇവിടെ ഉണ്ട്. നൈട്രജൻ എന്ന ഗ്യാസ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഗ്യാസ് ഉണ്ട്, ഓക്സിജൻ എന്ന ഗ്യാസ് ഉണ്ട്. നമ്മൾ പഠിച്ചത് ഏത് ഗ്യാസ് ആയിക്കോട്ടെ ഈക്വൽ വോളിയം ആണെങ്കിൽ അതിലുള്ള മോളിക്യൂൾസിന്റെ, തന്മാത്രകളുടെ എണ്ണവും ഈക്വൽ ആവും എന്ന ഒരു ഭാഗം ആർക്കുണ്ട്? അവോഗാഡ്രോ നിയമത്തിൽ പറയണില്ലേ? ഉണ്ട്. അതായത് ഇവിടെ തന്ന മക്കളെ നൈട്രജന്റെ കാര്യം. ഇവിടെ ഈ നൈട്രജന് എന്താണ്? നൈട്രജന് 10 ലിറ്റർ നൈട്രജൻ. ആ 10 ലിറ്റർ നൈട്രജനിൽ X തന്മാത്ര ഉണ്ട്. 10 ലിറ്റർ നൈട്രജനിൽ എന്തിനടാ? X എണ്ണം തന്മാത്രകള്. 10 ലിറ്റർ നൈട്രജനിൽ X എണ്ണം തന്മാത്രകൾ ഉണ്ട്. ഇവിടെ അടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഗ്യാസ് തന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡില് 2X മോളിക്യൂൾസ് ഉണ്ട്. എത്ര ഉണ്ട് മക്കളെ? 2X എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിന്റെ തന്മാത്ര എണ്ണം Xന് പകരം 2X എന്ന് പറഞ്ഞാൽ ഇരട്ടിയായില്ലേ മക്കളെ? ഇരട്ടിയായില്ലേ? ഇവിടെ വോളിയം, വ്യാപ്തം 10 ലിറ്റർ ഉള്ളപ്പോ തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂൾസിന്റെ എണ്ണം X ആണ്. എന്നാൽ മോളിക്യൂൾസിന്റെ എണ്ണം, തന്മാത്രയുടെ എണ്ണം 2X ആയാൽ, തന്മാത്ര എണ്ണം 2X ആണ്, X 2X ആവണം, ഇരട്ടിയായില്ലേ മക്കളെ? ഇരട്ടിയായില്ലേ? ഇത് ഇരട്ടിയാവണമെന്നുണ്ടെങ്കിൽ വ്യാപ്തം അഥവാ വോളിയവും എന്താവണം? ഇരട്ടിയാവണം. അപ്പൊ 10 ആണെങ്കിൽ ഇവിടെ എത്രയാവും മക്കളെ? ഇവിടെ 20 ആയിരിക്കും അല്ലെ? തന്മാത്രയുടെ എണ്ണം അഥവാ മോളിക്യൂൾസിന്റെ എണ്ണം ഈ ഇരട്ടിയാകണമെങ്കിൽ വ്യാപ്തവും ഇരട്ടിയാവണം. ഇനി അടുത്ത് നോക്കി നിങ്ങള്, വ്യാപ്തം അഥവാ വോളിയം 10 ലിറ്ററിന് പകരം 5 ലിറ്റർ ആക്കി എന്ന് പറഞ്ഞ വ്യാപ്തം എന്ത് ചെയ്തടാ? എന്ത് ചെയ്തു? 10ന് പകരം 5 ആക്കി എന്ന് പറയുമ്പോ 10ന്റെ പകുതിയാക്കി എന്നല്ല അർത്ഥം? ആണോ അല്ലേ? ആണ്. 10ന്റെ പകുതിയാക്കി എന്ന് പറഞ്ഞാൽ വ്യാപ്തം പകുതിയാക്കി. മക്കളെ വ്യാപ്തം ഇരട്ടിയാക്കിയപ്പോ
തന്മാത്രകളുടെ എണ്ണം മോളിക്യൂൾസിന്റെ എണ്ണം ഇരട്ടിയാകുന്നത് പോലെ വ്യാപ്തം പകുതിയാക്കുമ്പോ വോളിയം പകുതിയാക്കുമ്പോ മോളിക്യൂൾസിന്റെ തന്മാത്രകളുടെ എണ്ണവും പകുതിയാവണ്ടേ? അപ്പൊ എക്സിന് പകരം ഇവിടെ എത്ര ആവൂടാ? ഇവിടെ x/2 ആവും. എന്താണ്? x/2. അപ്പൊ ഇവിടെ പട്ടിക പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ആകെ നമുക്ക് 1, 2 ഈ രണ്ടെണ്ണം എഴുതാനുള്ളൂ. അപ്പൊ ആൻസർ എഴുതുമ്പോൾ എഴുതുക എന്ത്? 1 സമം എത്രയാണ്? 1 സമം എത്ര കിട്ടിയ നമുക്ക്? 20 അല്ലെ? 2 എത്ര കിട്ടി? 2 എത്ര കിട്ടി നമുക്ക്? x/2 എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കട്ടാ. ഇനി അടുത്തത്, കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ മർദ്ദം 4 atm ആയി വർദ്ധിപ്പിച്ചാൽ എത്രയാടാ? 4 atm ആയി വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്രയായിരിക്കും? അപ്പോ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആദ്യം ഉണ്ടായിരുന്ന മർദ്ദത്തിന്റെ മർദ്ദത്തെയാണ് 2 atm മർദ്ദമാണ് ആദ്യം ഉണ്ടായിരുന്നത്. 2 atm അല്ലെ? ഇവർക്ക് എല്ലാവർക്കും 2 atm എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 2 atm പകരം മർദ്ദം എത്രയാക്കി? പ്രഷർ എത്രയാക്കി? പ്രഷർ 4 atm ആക്കിയാൽ വ്യാപ്തം എത്രയായിരിക്കും? മക്കളെ ശ്രദ്ധിക്കണേ, വളരെ 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 ശ്രദ്ധിക്കണേ. ചോദ്യം ശ്രദ്ധിച്ച് വായിക്കട്ടാ. നോക്കൂ മക്കളെ, ഈ 2 atm ഉണ്ടായിരുന്ന പ്രഷർ മർദ്ദം അത് എത്രയാക്കി? 4 atm ആക്കി എന്ന് പറഞ്ഞ മർദ്ദം എന്താക്കി? പ്രഷർ എന്താക്കി? 2 atm ഉള്ളത് 4 atm ആക്കി പറഞ്ഞ മക്കളെ, 2 atm ഉള്ളത് 4 atm ആക്കി പറഞ്ഞ എന്താ അതിനർത്ഥം? ഇത് നേരെ ഇരട്ടിയായി എന്നല്ലേ അർത്ഥം അല്ലെ? 2ന് പകരം 4 എന്ന് പറഞ്ഞ ഇരട്ടിയായല്ലോ. അപ്പൊ മക്കളെ, മർദ്ദം അഥവാ പ്രഷർ ഇരട്ടിയായാൽ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം എന്താ സംഭവിക്കുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്ത് പഠിച്ചിട്ടുണ്ട്? മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം അല്ലെ? അതായത് പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധങ്ങൾ പഠിച്ചില്ലേ? പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധം പറയുന്ന നിയമം ഏതാടാ? ബോയിൽ നിയമമാണ്. എന്ത് നിയമമാണ്? ബോയിൽ നിയമമാണ്. അപ്പോ ആ ബോയിൽ നിയമപ്രകാരം മർദ്ദം കൂട്ടിയ വ്യാപ്തം കുറയണ്ടേ? വ്യാപ്തം കുറയണ്ടേ? മർദ്ദം ഇരട്ടിയാക്കിയാൽ, പ്രഷർ ഇരട്ടിയാക്കിയാൽ നേരെ എന്ത് ചെയ്യണം? വ്യാപ്തം വോളിയം എന്ത് ചെയ്യണം? പകുതിയാവണം. അപ്പോഴല്ലേ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വിപരീത അനുപാതമാവുള്ളൂ അല്ലെ? മർദ്ദം 2 ഉള്ളത് 4 ആക്കി. മർദ്ദം എന്ത് ചെയ്യണ? മർദ്ദം 2 atm ഉള്ളത് എത്രയാക്കി? 4 atm ആക്കി. എന്ന് പറഞ്ഞാൽ പ്രഷർ അഥവാ മർദ്ദം നമ്മൾ ഇരട്ടിയാക്കി, 2 കൊണ്ട് ഗുണിച്ചു അല്ലെ? 2 atm ഉള്ള 4 atm നേരെ ഇരട്ടിയാക്കി 2 കൊണ്ട് ഗുണിച്ചു. അങ്ങനെ വരുമ്പോ ഇതാ ഇവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ വ്യാപ്തം നമ്മൾ കണ്ടില്ലേ? 20 ലിറ്റർ ആയിരുന്നില്ലേ? നമുക്ക് ഉത്തരം കിട്ടിയ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വ്യാപ്തത്തിന് 20 ആയിരുന്നു. അങ്ങനെ മർദ്ദം ഇരട്ടിയാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രഷർ ഇരട്ടിയാക്കിയിട്ടുണ്ടെങ്കിൽ വോളിയം നേരെ പകുതിയാവേണ്ട കുട്ടികളെ. വോളിയം പകുതിയാവണ്ടേ? അപ്പൊ 20ന്റെ പകുതി എത്രയാടാ? 20ന്റെ പകുതി എത്രയാണ്? 10. ആൻസർ എത്ര കിട്ടി? നമുക്ക് 10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ 3 വാതക നിയമങ്ങൾ പഠിക്കുമ്പോൾ പലർക്കും ഈ ഗ്യാസ് ലോസ് വാതക നിയമങ്ങളിൽ അത് എന്തൊക്കെ തമ്മിലുള്ള ബന്ധമാണ്, ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ് എന്നുള്ളത്, അത് വിപരീത അനുപാതം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ അതല്ല ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ നേർ അനുപാതത്തിലാണോ എന്ന സംശയം വരാം. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ നല്ല അടിപൊളി ഒരു പാട്ട് ഇങ്ങനെ നല്ല സൗണ്ടിൽ ഇങ്ങനെ സബിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഭയങ്കര സൗണ്ടിൽ. ഇടയാൻ വന്നവർക്കും നിന്നവർക്കും പണ്ടയബത്ത് കാട്ടാച്ചോര കൊണ്ട് അങ്ങനെ അങ്ങനെ പാട്ട് ഇങ്ങനെ ഭയങ്കര സൗണ്ടിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഒരു ബ്രോ, നിങ്ങളെ അടുത്തൊരു ചങ്ക് കേട്ടോ, ചങ്ക് എന്ത് പറഞ്ഞാൽ നമ്മൾ കേൾക്കും. ചങ്ക് എന്ത് പറഞ്ഞാൽ നമ്മൾ കേൾക്കും. നമ്മളെ കട്ട ബ്രോ നമ്മോട് എന്ത് ചെയ്യണം അറിയോ? നമ്മളിങ്ങനെ ആ പാട്ടിന്റെ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട്, ഇത് നമ്മളെ ബ്രോ ആട്ടാ, ബ്രോ ആണേ, ഞാൻ ബി എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചങ്ക് ബ്രോ എന്ത് ചെയ്തു? മൂപ്പർക്ക് ഭയങ്കര പ്രഷറായി. ഈ പാട്ടിന്റെ സൗണ്ട്, ഇത്ര സൗണ്ട് ഇട്ട് മൂപ്പർക്ക് പ്രഷർ കൂടി. മൂപ്പർക്ക് പ്രഷർ കൂടിയപ്പോ സ്വാഭാവികമായിട്ടും ഇനി ബാക്കി ആര് പറഞ്ഞാലും നമ്മൾ പാട്ടിന്റെ വോളിയം നമ്മൾ കുറക്കൂല. പക്ഷെ നമ്മളെ ചങ്ക് ബ്രോയാണ്. ബ്രോക്ക് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പാട്ടിന്റെ വോളിയം ഒന്ന് കുറച്ചു കൊടുക്കടാ അല്ലെ? കാരണം പറഞ്ഞത് പ്രഷർ കൂടി ആർക്കാ? നമ്മളെ ചങ്ക് ബ്രോക്കാണ് പ്രഷർ കൂടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാനിത് എന്തിനാണ് പറയാൻ മക്കളെ? അതായത് ബോയിൽസ് ലോ പ്രകാരം, എങ്ങനെടാ? ബോയിൽസ് ലോ പ്രകാരം പ്രഷർ കൂടുമ്പോൾ വോളിയം അഥവാ വ്യാപ്തം കുറയും. ഓക്കെ, അപ്പൊ ഈ ഒരു സംഗതി ബോയിൽസ് ലോ, അതാണ് ബ്രോ എന്ന് പറഞ്ഞത്. ബ്രോക്ക് പ്രഷർ കൂടിയാല് നമ്മൾ വോളിയം കുറക്കും. കിട്ടൂലേ? മാറിപ്പോണ പ്രശ്നമില്ലല്ലോ. അതായത് ബോയിൽസ് ലോ അല്ല നമ്മൾ പറയണത്. ബോയിൽസ് ലോ പ്രഷർ അഥവാ മർദ്ദം കൂട്ടിയാൽ വോളിയം കുറയും. നോട്ട് ചെയ്ത് വെക്കണം മക്കളെ, നോട്ട് ചെയ്ത് വെക്കണേ. എന്നാൽ അപ്പുറത്തെ
അപ്പുറത്തെ വീട്ടിലെ ചേട്ടണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് ടെമ്പർ കൂടി, ചേട്ടന് ടെമ്പർ കൂടി, ചേട്ടന് ടെമ്പർ കൂടിയാൽ നമ്മൾ പാട്ടിന്റെ വോളിയം കുറക്കോ? ഇല്ല. അങ്ങനെ അങ്ങോട്ട് വലിയ ആളാവണ്ട, നമ്മൾ പിന്നെയും പാട്ടിന്റെ വോളിയം കൂട്ടും. ഓക്കെ, അപ്പൊ ചേട്ടന് ടെമ്പർ കൂടിയാലും നമ്മൾ വോളിയം കൂട്ടും എന്ന് പറഞ്ഞാൽ ചാൾസ് ലോ പ്രകാരം ടെമ്പറേച്ചർ കൂടിയാല് വോളിയം കൂടണം മക്കളെ. ടെമ്പറേച്ചർ അഥവാ താപനില കൂട്ടിയാൽ വോളിയം കൂട്ടുകയാണ്. ഇനി മാത്രമല്ല, നമ്മൾ അനിയനുണ്ട് അവിടെ, അനിയന്റെ നമ്മൾ പണ്ടേ അടിയാണല്ലോ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മളെ അനിയന് പല നമ്പർ ഇട്ട് നോക്കി, പല നമ്പറും നമ്മുടെ അടുത്ത് നിന്ന് കേൾക്കൂലല്ലോ. അനിയന് പല നമ്പർ ഇട്ട് നോക്കിയിട്ടും നമ്മൾ പാട്ടിന്റെ വോളിയം എന്തെന്നെ ചെയ്യാണ്? കൂട്ടന്നെ ചെയ്യാണ് മക്കളെ. ഈ ഒരു സംഗതി, അതായത് ബോയിൽസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോ ലോയും അത് ഇടക്കിടക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. ആൻസർ പേപ്പറിൽ വേഗം സൈഡിലാണ്ട് എഴുതി വെക്കുക. എന്ത് ഇതാ, അതായത് ബ്രോയുടെ പ്രഷർ കൂടിയാൽ നമ്മൾ പാട്ടിന്റെ വോളിയം കുറച്ചു കൊടുക്കും. അത് ബ്രോക്ക് മാത്രമുള്ള ഒരു പരിഗണന കേട്ടോ. എന്നാൽ അപ്പുറത്തെ ചേട്ടൻ ടെമ്പർ കൂടിയാലും, ചേട്ടന്റെ ടെമ്പർ കൂടിയാലും നമ്മൾ പാട്ടിന്റെ വോളിയം കൂട്ടടാ. ഇനി നമ്മൾ അനിയൻ വന്നിട്ട് എന്തൊക്കെ നമ്പർ ഇട്ടാലും നമ്മൾ പാട്ടിന്റെ വോളിയം കൂട്ടന്നെ ചെയ്യും മക്കളെ. അപ്പൊ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ, 3 ലോയിലും അവ തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കണ്ടല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ ലോ വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാണ്ടാവും അല്ലെ. ഈ ലോ വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാണ്ടാവും. അപ്പൊ ഇവിടെ ഇവര് തമ്മിലുള്ള മക്കളെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വിപരീത അനുപാതം. ഒരാൾ കൂടുമ്പോ അടുത്ത ആൾ കുറയാന്ന് പറഞ്ഞാൽ അതിലെ വിപരീത അനുപാതം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ അവിടെ പിയും വിയും തമ്മിൽ റിലേഷൻ പറയുമ്പോ ഇവിടെ പിയും വിയും ഇവര് തമ്മിൽ പ്രശ്നമാണ്. മീൻസ് ഒരാൾ കൂടുമ്പോ ഒരാൾ കുറയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ മാത്രമാണ് നമ്മൾ, ഇതിൽ മാത്രമാണ് നമ്മൾ പി ഇൻറ്റു വി എന്ന് എഴുതണം കേട്ടോ. പി ഇൻറ്റു വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അഥവാ സ്ഥിരസംഖ്യ. അതുകൊണ്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇക്വേഷൻ P1 ഇൻറ്റു V1 അഥവാ P1 V1 സമം P2 V2 എന്ന ഇക്വേഷൻ കൊടുക്കും. കാരണം ഇവർ തമ്മിൽ ആന്റി ആടാ. ഈ ചിഹ്നം ഇത് ആന്റി അല്ലേ, ഓപ്പോസിറ്റ് എന്നുള്ള പോലെ ഉള്ളത്. അപ്പൊ ഇവിടെ മാത്രമാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വിപരീത അനുപാതം. അതുകൊണ്ട് ഇവിടെ P ഇൻറ്റു വി ആണ്, P ബൈ വി അല്ലട്ടോ, P ഇൻറ്റു വി ആണ്. ഇവർ തമ്മിൽ ആന്റി ആണ്. അതുകൊണ്ട് P ഇൻറ്റു വി അല്ലെ P1 ഇൻറ്റു V1 ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു V2 അല്ലെ. എന്നാ ഇവിടെ ഒരേപോലെ വരുന്ന മക്കളെ, ഇവിടെ ഒരേപോലെ വരുന്നത്. അതുകൊണ്ട് ഈ ചാൾസ് ലോ പ്രകാരം ഇവിടെ ഇൻറ്റു അല്ല, ഇവർ തമ്മിൽ ഓപ്പോസിറ്റ് അല്ല കേട്ടോ. വി ബൈ ടി ആണ് എ കോൺസ്റ്റന്റ് അഥവാ സ്ഥിരസംഖ്യ. വി ബൈ ടി ആണ് സ്ഥിരസംഖ്യ അഥവാ കോൺസ്റ്റന്റ്. അതുകൊണ്ട് വി ബൈ ടി ആയതുകൊണ്ട് സമവാക്യം V1 ബൈ T1 ഈസ് ഈക്വൽ ടു V2 ബൈ T2 എന്നാണ്. ഓക്കെ, ഇനി അടുത്ത മക്കളെ അവഗാഡ്രോ നിയമത്തിൽ, അവിടെ നമുക്ക് അത് വെച്ചുള്ള പ്രോബ്ലം ചെയ്യാൻ തൊട്ട് മുമ്പ് ചെയ്ത മാതിരിയുള്ള തരുള്ളൂ. അതായത് തുല്യ വ്യാപ്തം, ഈക്വൽ വോളിയം ആണോ, അപ്പുറത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണവും ഈക്വൽ ആവും എന്ന രൂപത്തിലുള്ള പ്രോബ്ലം ആണ് നമുക്ക് അവഗാഡ്രോ നിയമത്തിൽ ഇങ്ങനത്തെ പ്രോബ്ലം തരുള്ളൂ. അവഗാഡ്രോ നിയമത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലം തരുള്ളൂ. അല്ലാതെ നമുക്ക് ഇങ്ങനെ കണക്ക് വെച്ചിട്ട് ഇങ്ങനെ പി വി ഈസ് ഈക്വൽ ടു P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്നതോ അല്ലെങ്കിൽ V1 ബൈ T1 ഈസ് ഈക്വൽ ടു V2 ബൈ T2 എന്ന സമവാക്യം വെച്ചിട്ട് ചെയ്യാനില്ല. അവഗാഡ്രോ നിയമപ്രകാരം അല്ലെ. ഇങ്ങനെ ഈ ചിത്രം ചോദ്യം തന്നിട്ട് ഇത് ഏത് നിയമത്തെ സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ നമ്മൾ എന്താണ്, ഇത് അവഗാഡ്രോ നിയമമാണ്. അവഗാഡ്രോ നിയമത്തിലാണ് മാത്രമാണ് തന്മാത്രകളുടെ എണ്ണം അഥവാ മോളിക്യൂൾസിന്റെ എണ്ണം കൊടുക്കുന്നത് അവഗാഡ്രോ നിയമത്തിൽ മാത്രാട്ടോ. മറക്കരുതേ, ഞാൻ 3 നിയമങ്ങളും 3 ലോസും അത് മാറിപ്പോതെ പഠിക്കാനുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞത്. ബ്രോക്ക് പ്രഷർ കൂടിയാൽ നമ്മൾ പാട്ടിന്റെ വോളിയം കുറക്കും. എന്നാൽ അപ്പുറത്തെ ചേട്ടന് ടെമ്പർ കൂടിയാൽ നമ്മൾ പാട്ടിന്റെ വോളിയം കുറക്കൂല, കൂട്ടന്നെ ചെയ്യും. അനിയൻ എന്തൊക്കെ നമ്പർ പ്രയോഗിച്ചാലും നമ്മൾ വോളിയം അഥവാ വ്യാപ്തം കൂട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഓക്സിജന്റെ മോളിക്കുലാർ മാസ് 32 ആണ്. ഓക്സിജന്റെ മോളിക്കുലാർ മാസ് ആണ് മക്കളെ O2 അല്ലെ. STPയിലുള്ള 320 ഗ്രാം ഓക്സിജന്റെ വ്യാപ്തം എത്ര? വോളിയമാണ് നമ്മോട് കാണാൻ ചോദിച്ചത്. വാട്ട് ഈസ് ദ വോളിയം അറ്റ് STP ആണ് കാണാൻ ചോദിച്ചത്. തന്നത് എന്താ മക്കളെ? തന്നത് വെയിറ്റ് ആണ് 320 ഗ്രാം ഓക്സിജൻ. മക്കളെ ഞാൻ പറഞ്ഞു, വോളിയം കാണാൻ ചോദിച്ചാലും വ്യാപ്തം കാണാൻ ചോദിച്ചാലും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ ചോദിച്ചാലും എന്ത് കാണാൻ ചോദിച്ചാലും ആദ്യം എന്ത് കണ്ടുവെക്കും മക്കളെ? ആദ്യം എന്ത് കാണുക?
ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണാം. എന്ത് കാണാം? നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം കാണാം. എടാ നോക്കി, ഓക്സിജന്റെ മോളിക്കുലാർ മാസ് നമ്മൾ എഴുതാൻ പോവണേ. കൃത്യമായി നോട്ട് ചെയ്യുക. O2 സമം 32 ഗ്രാം ആണ് എന്ന് പറഞ്ഞാൽ O2വിന്റെ മോളാർ മാസ് പറഞ്ഞാൽ 32 ഗ്രാം ആണ് അല്ലെ. മോളിക്കുലാർ മാസ് 32 എന്ന് പറഞ്ഞാൽ ഒരു മോളാർ മാസ് അല്ലെങ്കിൽ ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു മോൾ എന്ന് പറഞ്ഞാൽ 32 ഗ്രാം ആണ്. നേരത്തെ പറഞ്ഞില്ലേ എന്ത് മോള് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലാർ മാസിന് നേരെ ഗ്രാം പറഞ്ഞാൽ മതി. അതാണ് ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്ന് 320 ആ 320 ഗ്രാം ഓക്സിജന്റെ വ്യാപ്തം കാണുന്നതിന് മുമ്പ്, STPയിലെ വ്യാപ്തം കാണുന്നതിന് മുമ്പ് നമ്മൾ എന്ത് കണ്ടുവെക്കുക? മോളുകളുടെ എണ്ണം കണ്ടുവെക്കുക. അപ്പൊ എഴുത അടുത്ത വരി, മോളുകളുടെ എണ്ണം നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു തന്നത് എത്രയാടാ? തന്ന മാസം എത്ര? ഇവിടെ 320 അല്ലേ? 320 അല്ലേ? ഒരു മോൾ ആണെങ്കിൽ, ഒരു മോൾ ഓക്സിജൻ ആണെങ്കിൽ ആ ഒരു മോൾ ഓക്സിജന്റെ വെയിറ്റ് എത്ര? 32 അല്ലേ? നോക്കി മക്കളെ, ഇതൊക്കെ നോക്കുമ്പോ തന്നെ നിങ്ങൾ കാണില്ലേ എന്താണ്? കറക്റ്റ് 10 കൊണ്ടായിരിക്കും അല്ലെ. 32നെ 10 കൊണ്ട് ഗുണിച്ചാൽ 320 കിട്ടൂലടാ. അപ്പൊ 320/32 എത്രയാണ്? അപ്പൊ മോളിന്റെ എണ്ണം 10 എന്ന് കിട്ടി. മോളിന്റെ എണ്ണം എത്ര കിട്ടിയടാ? 10 മോൾ. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു 10. നമ്മോട് കാണാൻ പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ആയിരുന്നോ? അല്ല, നമ്മോട് കാണാൻ പറഞ്ഞ STPയിലെ വ്യാപ്തമാണ്. STPയിലുള്ള വ്യാപ്തം, വോളിയം മറ്റേ STP ആണ് കാണാൻ പറഞ്ഞത്. നമുക്കറിയാം ഒരു മോള് എന്ന് പറഞ്ഞാൽ എടാ ഏത് വാതകം ആയിക്കോട്ടെ, ഏത് ഗ്യാസ് ആയിക്കോട്ടെ, ഒരു മോള് എന്ന് പറഞ്ഞാൽ STPയിൽ എത്ര ഉണ്ടാവും? 22.4 ലിറ്റർ അല്ലെ, 22.4 ലിറ്റർ അല്ലെ. അപ്പൊ ഇവിടെ 10 മോള് ആണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതാണ്. STPയിലെ വ്യാപ്തം, വോളിയം മറ്റേ STP ഈസ് ഈക്വൽ ടു ഒരു മോൾ എന്ന് പറഞ്ഞാൽ 22.4 അല്ലേ. അപ്പൊ 10 മോൾ എന്ന് പറഞ്ഞാൽ 10 × 22.4 ഈസ് ഈക്വൽ ടു ഒരു സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കുമ്പോ പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് അപ്പുറത്തേക്ക് അടിച്ചാൽ പോരെ മക്കളെ. അപ്പൊ ഈ പോയിന്റ് ഇപ്പുറത്തേക്ക് പോകുമ്പോ 224 മക്കളെ. വോളിയം മറ്റേ STPയിലെ വ്യാപ്തങ്ങൾ കണ്ടെങ്കിൽ നിർബന്ധമായും ലിറ്റർ എന്ന യൂണിറ്റ് ഇട്ട് കൊടുക്കട്ടാ. ഈ ചാപ്റ്ററിൽ നിങ്ങൾ യൂണിറ്റ് കൊടുക്കേണ്ടത് ഒന്ന് STPയിലെ വ്യാപ്തം കണ്ടാൽ, വോളിയം കണ്ടാൽ ലിറ്റർ എന്ന യൂണിറ്റ് കൊടുക്കണം. അതുപോലെ മാസ് കാണാൻ പറഞ്ഞാൽ ഗ്രാം എന്ന യൂണിറ്റ് കൊടുക്കണം. ഈ രണ്ടെണ്ണത്തിന് നിങ്ങൾ യൂണിറ്റ് കൊടുക്കേണ്ടതുള്ളൂ. ആറ്റങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ തന്മാത്രകളുടെ എണ്ണം, മോളുകളുടെ എണ്ണം, അതൊക്കെ എണ്ണമാണല്ലോ. എണ്ണമാകുമ്പോൾ നിങ്ങൾ യൂണിറ്റ് എഴുതാൻ നിർബന്ധമില്ല. പക്ഷെ STPയിലെ വ്യാപ്തം ചോദിച്ചാൽ നിങ്ങൾ ലിറ്റർ എന്ന യൂണിറ്റ് എഴുതണം. അതേപോലെ മാസ് കാണുക, ഫൈൻഡ് ദ മാസ് എന്ന് ചോദിച്ചാൽ ആ ഉത്തരത്തിൽ ഗ്രാം എന്നുണ്ടാവണം. വളരെ സിമ്പിൾ ആട്ടോ. അപ്പൊ എന്ത് കാണാൻ ചോദിച്ചാലും ആദ്യം എന്ത് കണ്ടുവെക്കുക മക്കളെ? മോളുകളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് കണ്ടുവെക്കുക. നമ്പർ ഓഫ് മോൾസ് കണ്ടാൽ നമുക്ക് ബാക്കിയൊക്കെ കാണാം. കാരണം നമുക്കറിയാം ഒരു മോൾ എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഗ്രാമിൽ പറയുന്നതിന് തുല്യമാണ്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ STPയിൽ 22.4 ലിറ്റർ ആണ്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾ ഉണ്ടാവും, എത്ര തന്മാത്ര ചേർന്നതാണ്? 6.022 × 10⁻23. അപ്പൊ എത്ര മോൾ എന്ന് കിട്ടിയോ അതനുസരിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 10 മോൾ എന്ന് കിട്ടിയോ 10 × 22.4 STPയിലെ വ്യാപ്തം. ഓക്കെ ആണല്ലോ. ഇതേ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അഥവാ CO2വിന്റെ മോളിക്കുലർ മാസ് 44 ആണ്. CO2വിന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് എത്രയാടാ? 44 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 × 6.022 × 10⁻23 അത്രയും തന്മാത്രകളുടെ മാസ് ഉണ്ട്. മാസ് എത്രയാണ് എന്നാണ് ചോദ്യം. മക്കളെ ഇവിടെ നമുക്കറിയാം ഒരു മോള് എന്ന് പറഞ്ഞാൽ അതാ 6.022 × 10⁻23 എന്ന് പറഞ്ഞാൽ മക്കളെ ഇത് ഒരു മോളല്ലടാ, ഇത് ഒരു മോളല്ലേ. അപ്പൊ ഇതിന്റെ മുമ്പിൽ ഇതാ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര വിശദമായിട്ട് പറയണത് ഇത് തീരെ ബേസിക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞിട്ടോ. കുറച്ചൊക്കെ ഐഡിയ ഉള്ളവർക്ക് വീഡിയോ ഫാസ്റ്റ് ആക്കി കണ്ടോളിട്ടോ. ഓക്കെ, അപ്പോ ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 ആണ്. അപ്പൊ 6.022 × 10⁻23 എന്നതിന് മുമ്പിൽ 2 എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എടാ ഇത് എത്ര മോളാ അവിടെ എടുത്തിട്ടുള്ളത്? 2 മോള്. മോളിന്റെ എണ്ണം കിട്ടി, 2 മോൾ എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ മാസ് ആണ് ചോദിച്ചടാ. മാസ്, ഒരു മോള് ഏത് ഗ്യാസ് എടുത്താലും അതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്കുലർ മാസ് അല്ലേ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്കുലർ മാസിന് തുല്യല്ലേ? ആണ്. ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് 44 ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതണം മക്കളെ എന്ത്? 1 മോൾ CO2, ഒരു മോള് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 44 ഗ്രാം ആണ്. മോളിക്കുലാർ മാസ് 44 ആണ്. അപ്പൊ ഒരു മോൾ എന്ന് പറഞ്ഞാൽ 44 ഗ്രാം ആണ്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇവിടെ 2 മോൾ ഉണ്ട്, നമുക്ക് ഇതിന്ന് കിട്ടി. അപ്പൊ 2 മോൾ CO2 എന്ന് പറഞ്ഞാൽ 2 മോൾ CO2 എന്ന് പറഞ്ഞാൽ 2 × 44 ചെയ്താൽ പോരടാ. 2 × 44 = 88 ഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടി.
ആൻസർ കിട്ടി. ഓക്കെ, അത്രയും തന്മാത്രകളുടെ മാസ് എന്ന് പറഞ്ഞാൽ 2 × 44 88. ഇനി 264 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. എത്രടാ? 264 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ അതേ എണ്ണം നൈട്രജൻ തന്മാത്രകളുടെ മാസ്. ഇതിന്റെ മാസ് നൈട്രജൻ തന്മാത്രകളുടെ മാസ്. മക്കളെ, അപ്പൊ ഞാൻ ഇങ്ങനെ അതേ എണ്ണം അല്ലെങ്കിൽ അതേ വ്യാപ്തം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എന്ത് പറഞ്ഞാലും, അതായത് സെയിം വോളിയം അല്ലെങ്കിൽ സെയിം മാസ്, ഇവിടെ നമ്മൾ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇങ്ങനെ തരുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ആ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾ അല്ലെങ്കിൽ തുല്യ വ്യാപ്തം അല്ലെങ്കിൽ അതേ മാസ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മോള് കണ്ടുവെക്കുക. അതായത് 264 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം 264 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിലെ മോളുകളുടെ എണ്ണം കാണുക. അപ്പൊ നമ്മൾ എഴുതാം മക്കളെ, മോളുകളുടെ എണ്ണം സമം നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു എത്ര ഇവിടെ തന്നിട്ടുള്ള വെയിറ്റ് എത്രയാടാ? 264 അല്ലേ? 264 അല്ലേ? നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് 1 മോൾ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് ഗ്രാമിന് എതിരെയും തുല്യല്ലേ? 44 ഗ്രാം അല്ലേ? അപ്പൊ എത്ര മോൾ ഉണ്ട് എന്ന് കാണാം. 1 മോൾ എന്ന് പറഞ്ഞാൽ 44 ഗ്രാം ആണ് അല്ലെ? ഇവിടെ തന്നെ എത്രയാ? 264 ഗ്രാം ആണ്. അപ്പൊ ആ 264നെ 1 മോളിന്റെ വെയിറ്റ് ആയ 44 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 6 മോൾ എന്ന് കിട്ടും. എന്ത് കിട്ടൂടാ? 6 മോൾ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ 264 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 6 മോളാണ്. എന്താ ചോദ്യം എന്താ മക്കളെ? ആ കാർബൺ ഡൈ ഓക്സൈഡിലുള്ള അതേ എണ്ണം തന്മാത്രകൾ, സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് നൈട്രജനിൽ ഉണ്ട് എന്നാ പറഞ്ഞത്. നൈട്രജൻ ഉണ്ട് എങ്കിൽ ആ നൈട്രജന്റെ മാസ് എത്ര? മക്കൾ അപ്പൊ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ പരീക്ഷയ്ക്ക് തരും. അതായത് N2 മോളിക്കുലാർ മാസ് 28 ആണെന്ന് നമുക്ക് തരും. അല്ലെങ്കിൽ N2 മോളിക്കുലർ മാസ് തന്നില്ലെങ്കിൽ നൈട്രജന്റെ അറ്റോമിക് മാസ് 14 എന്നെങ്കിലും തരും. നൈട്രജന്റെ അറ്റോമിക് മാസ് 14 എന്ന് തരുമ്പോ നമുക്ക് N2 എന്ന വാതകത്തിന്റെ ഗ്യാസിന്റെ മോളിക്കുലർ മാസ് 28 ആണെന്ന് കണ്ടെത്താം. ഓക്കെ, നമ്മോട് പറഞ്ഞത് 6 മോള് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? അങ്ങനെയാണെങ്കിൽ 6 മോൾ നൈട്രജന്റെ മാസം കാണുക. 6 മോൾ നൈട്രജന്റെ മാസ് കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നു എങ്ങനെ? 1 മോൾ N2 സമം 1 മോൾ N2 സമം എത്രയാടാ? 1 മോൾ N2 എത്രയാണ്? 28 ഗ്രാം ആണ്. എത്രയാടാ? 28 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 6 മോള് N2 എന്ന് പറഞ്ഞാൽ 6 × 28 അല്ലേ? 6 × 28 അല്ലേ? നമ്മൾ 6 × 28 നോക്കി. 28 × 6 6 8 48 6 2 12 4 16 എത്രയാടാ? 168. ഞങ്ങളോട് പറഞ്ഞു മാസ് കാണാൻ ചോദിച്ചാൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഗ്രാം എന്ന് എഴുതണം കേട്ടോ. അപ്പൊ 168 ഗ്രാം. ഇതാണ് നമ്മുടെ ബി ചോദ്യത്തിനുള്ള ആൻസർ. 1 മോൾ N2 എന്ന് പറഞ്ഞാൽ 28 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 6 മോൾ 6 മോൾ N2 എന്ന് പറഞ്ഞാൽ 6 × 28 സമം 168 ഗ്രാം. മകളെ, എപ്പോഴും നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും പറയണേ. 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മോളിക്കുലർ മാസ് ഗ്രാമിൽ പറയുന്നതിന് തുല്യമാണ്. അപ്പൊ എത്രയോ ഒരു ഗ്രാം തന്നാൽ എത്ര മോൾ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഗ്രാമിനെ അതിന്റെ മോളിക്കുലർ മാസ് എത്രയാണോ അതുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര മോൾ ഉണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് STPയിലെ വ്യാപ്തം ചോദിച്ചാലും തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാലും മാസ് ചോദിച്ചാലും ഒക്കെ നമുക്ക് എപ്പോഴും ഈ മോള് ആദ്യം കാണുകയാണ് വേണ്ടത് കേട്ടോ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവണേ. ഒരു ജലസംഭരണി അല്ലെ, അതായത് ഒരു വാട്ടർ ടാങ്കിന്റെ അടിയിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ ഒരു വാതക കുമിള, ഒരു എയർ ബബിൾ ഇങ്ങനെ മുകൾക്ക് ഇങ്ങനെ പൊങ്ങി വരുമ്പോ ആ ബബിളിന്റെ സൈസ് ഇങ്ങനെ കൂടി വരും അല്ലെ? ഒരു ബബിൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ആ എയർ ബബിളിന്റെ ഗ്യാസ് ബബിളിന്റെ സൈസ് ഇങ്ങനെ കൂടി വരുന്നു. കാരണം വിശദമാക്കുക മക്കളെ. എപ്പോഴും പരീക്ഷ പഠിക്കേണ്ട ഒരു കാരണം കേട്ടോ. അതായത് എന്തുകൊണ്ട് മുകളിലേക്ക് ഉയരുമ്പോൾ ഹൈറ്റ് ഇൻക്രീസസ്, മുകളിലേക്ക് ഉയരുമ്പോൾ മർദ്ദം കുറയുന്നു, പ്രഷർ ഡിക്രീസസ്. ഹൈറ്റ് ഇൻക്രീസസ്, പ്രഷർ ഡിക്രീസസ്. മുകളിലേക്ക് ഉയരുമ്പോൾ മർദ്ദം കുറയുന്നു. ബോയിൽ നിയമപ്രകാരം, അക്കോർഡിംഗ് ടു ബോയിൽ നിയമപ്രകാരം മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും. വ്യാപ്തം എന്ന് പറഞ്ഞാൽ വലുപ്പല്ലടാ. മർദ്ദം മുകളിൽ പോകുമ്പോൾ പ്രഷർ ഇങ്ങനെ കുറയാൻ അറിയുമ്പോൾ വോളിയം കൂടുകയാണ്. അതാണ് നിങ്ങൾ കാരണം എഴുതാൻ കേട്ടോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം പ്രസ്താവിക്കുക, സ്റ്റേറ്റ് ചെയ്യുക, എഴുതാനാ പറഞ്ഞത്. അപ്പൊ ബോയിൽസ് ലോ ആണ് നമ്മൾ പറഞ്ഞു, ബോയിൽ നിയമമാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ബോയിൽ നിയമം നമ്മൾ നേരത്തെ ബി വെച്ച് എങ്ങനെയാണ് തുടങ്ങിയത് ഓർമ്മ ഉണ്ടോ? ബ്രോയുടെ പ്രഷർ കൂടിയപ്പോ നമ്മൾ വോളിയം ഒന്ന് കുറച്ചു കൊടുത്തു, പാട്ടിന്റെ വോളിയം അല്ലെ? കാരണം ബ്രോ ആണ്, നമ്മളെ ചങ്കാണ് അല്ലെ? അപ്പൊ അവിടെ എന്താ പറഞ്ഞ നമ്മള് ബോയിൽസ് നിയമപ്രകാരം എന്ത് ചെയ്യുന്നു? മർദ്ദം കൂടുമ്പോൾ. അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ് ചെയ്യാൻ പറയുമ്പോൾ
അതേപോലെ തന്നെ, അതായത് സ്ഥിര താപനിലയിൽ, മലയാളം മീഡിയം ആകുമ്പോൾ സ്ഥിര താപനിലയിൽ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും അല്ലെ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the volume of a fixed mass of gas is inversely proportional to its pressure. അതാണ് സ്റ്റേറ്റ് അറിയുമ്പോൾ അതേപോലെ എഴുതി കൊടുക്കട്ടാ. ഇങ്ങനെ വെച്ചൊരു പ്രോബ്ലം മക്കളെ, രണ്ട് അന്തരീക്ഷ മർദ്ദം തരികയാണെ 2 atm പ്രഷർ, രണ്ട് അന്തരീക്ഷ മർദ്ദം. ഒരു നിശ്ചിത മാസവാദത്തിന്റെ വ്യാപ്തം വോളിയം 20 ലിറ്റർ ആണ്. അതിന്റെ വോളിയം എത്രയാണ്? വോളിയം 20 ലിറ്റർ ആണ്. അതിന്റെ വോളിയം എന്ന് പറയുന്നത് 20 ലിറ്റർ. താപനിലയിൽ മാറ്റമില്ല എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് മക്കളെ. താപനില ടി വരാത്ത ഇതിലാണ്, പ്രഷർ മാത്രം, പ്രഷറും വോളിയവും വരണയില്ല. ബോയിൽ നിയമം അതിൽ ടി വരണില്ലല്ലോ. അപ്പൊ ബോയിൽ നിയമപ്രകാരമാണ് ഇത് കേട്ടോ. താപനില മാറ്റമില്ലാതെ മർദ്ദം 4 മടങ്ങ് വർദ്ധിപ്പിച്ചു. മർദ്ദം 4 atm ആക്കി എന്നല്ല മക്കളെ പറയണത്. ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണേ. ആദ്യം 2 അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ 2 atm ആണ്. ആദ്യത്തെ മർദ്ദം എന്ന് പറയുന്നത് 2 atm ആണ് അല്ലേ. അത് 4 മടങ്ങ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മൾ ആൻസർ എഴുതുന്നു എങ്ങനെ? P1 സമം 2 atm ആണ്. ആദ്യമുള്ള വ്യാപ്തം വോളിയം V1 സമം 20 ലിറ്റർ എന്ന് എഴുതി കേട്ടോ. ഇനി നമ്മോട് പറഞ്ഞു രണ്ടാമത്തെ മർദ്ദം P2, രണ്ടാമത്തെ പ്രഷർ P2 4 മടങ്ങ്. 4 മടങ്ങ് എന്ന് പറയുമ്പോൾ ആദ്യം ഉള്ളതിനെ 4 കൊണ്ട് ഗുണിക്കണം. ആദ്യത്തെ മർദ്ദം 2 atm അല്ലേ. ആ 2നെ 4 മടങ്ങാക്കി എന്ന് പറഞ്ഞാല് 2 4 ആക്കി എന്നല്ല, 4 × 2 ആണ്. അപ്പൊ എത്രയടാ? 8 atm ആണ് പുതിയ മർദ്ദം. 8 atm ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുതിയ വ്യാപ്തം V2 ആണ് കാണാൻ ചോദിച്ചത്. ഇതാ, അപ്പൊ നമ്മൾ P1 സമം 2 atm എന്ന് എഴുതി. V1 സമം 20 ലിറ്റർ, P2 സമം 8 atm, V2 സമം ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ സമവാക്യല്ലേ? എന്താ സമവാക്യം? P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന സമവാക്യം കൊടുത്തു അല്ലെ. അതില് P1 എത്രയാടാ? 2. V1 എത്രയാണ്? V1 20 ഈസ് ഈക്വൽ ടു P2 എത്രയാണ്? 8 ഇൻറ്റു V2 ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? V2 അവിടെ നിർത്തട്ടാ. എന്നിട്ട് കാണാൻ പറഞ്ഞ V2 അവിടെ നിർത്തിയിട്ട് അപ്പുറത്തുള്ളവർ ഇങ്ങോട്ട് കൊണ്ടുവിടാം. 2 × 20 എത്രയാണ്? 40. 2 × 20 എത്രയാടാ? 40. അവിടെ ഇൻറ്റു ചെയ്ത 8നെ ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ബൈ എന്നാവും അല്ലെ. 40/8 ഈസ് ഈക്വൽ ടു V2. എടാ 40/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40/8 എന്ന് പറഞ്ഞാൽ 5 അല്ലേ. അപ്പൊ V2 സമം 5. വ്യാപ്തമാണ് മക്കളെ. ഇവിടെ ആദ്യം തന്ന വ്യാപ്തം യൂണിറ്റ് ലിറ്റർ അല്ലേ. അപ്പൊ ആ ലിറ്റർ 5 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ ബോയിൽ നിയമമാണ്. ബോയിൽ നിയമപ്രകാരമുള്ള സമവാക്യം P1 V1 ഈസ് ഈക്വൽ ടു P2 V2 ആണ്. അപ്പൊ P1 ആദ്യം 2 അന്തരീക്ഷ മർദ്ദം 2 atm എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യം എടുത്തു. 2 atm എന്നുള്ളത് P1 ആക്കി എടുത്തു. ആദ്യത്തെ വോളിയം 20 ലിറ്റർ ആണ്. അത് V1 ആക്കി എടുത്തു. എന്നിട്ട് നമ്മോട് പറഞ്ഞു, അതായത് പ്രഷർ ഇൻക്രീസസ് 4 ടൈംസ് എന്ന് പറഞ്ഞു അല്ലെ. പ്രഷർ ഇൻക്രീസസ് 4 ടൈംസ് എന്ന് പറയുമ്പോൾ 4 atm എന്നല്ല, 4 × പഴയ പ്രഷർ എത്രയായിരുന്നു അതിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് P2 സമയം 8 atm കിട്ടി. നമ്മൾ V2 കണ്ടു. ഓക്കെ, ഇത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ. ഒരു വാതകത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും താഴ്ന്ന താപനില ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ താപനില എത്ര? The lowest temperature that can be attained by a gas is known as dash, which is that temperature. ഇത് നമ്മളെ പുതിയ ടോപ്പിക് എന്നാ. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ഓരോ വർഷങ്ങളിൽ കൃത്യമായി നിങ്ങൾ കണ്ടല്ലോ, ഏത് വർഷം ചോദിച്ചെന്നുള്ളത്. ഇത് നമ്മൾ പുതിയ ടോപ്പിക് നിന്ന് വരാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതായത് ഒരു ഗ്യാസിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ. എടാ എന്താ അതിന്റെ പേര്? അതിനെ നമ്മൾ മലയാളത്തിൽ കേവല 0 എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കേവല. എഴുതിക്കൊള്ളി. എന്താണ് കേവല 0? എത്രയാണ് നമ്മൾ ഇംഗ്ലീഷ് എന്തിനു വിളിക്കുക? ഇംഗ്ലീഷ് എന്താണ് വിളിക്കുക? അബ്സല്യൂട്ട് സീറോ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ വിളിക്കാറുള്ളത് അല്ലെ. അബ്സല്യൂട്ട് സീറോ. മലയാളത്തിൽ അതിനെ നമ്മൾ കേവല 0 എന്നാണ് വിളിക്കാറുള്ളത്. ദെൻ എത്രയാടാ കേവല 0 എന്ന് പറയുമ്പോൾ നമ്മൾ ആ താപനില 0 എന്നല്ല അർത്ഥം. അത് വോളിയം വ്യാപ്താണ് 0. അതിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ വ്യാപ്തമാണ് ആ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. താപനില എന്ന് പറയുമ്പോൾ ആ 0-ന് അപ്പുറത്തേക്ക് ഇല്ലല്ലോ. അപ്പോ അത് നമ്മൾ കൃത്യമായി നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ചിത്രം ഉണ്ടോ? നമ്മൾ ഈ ചിത്രം
ടെക്സ്റ്റ് കൊടുത്തുള്ള ഇത്രയാണ്. അതായത് ഇവിടെ ഈ ഗ്രാഫിലെ എക്സ് അക്ഷത്തിൽ ഡിഗ്രി സെൽഷ്യസ് എന്ന താപനില കൊടുത്തിട്ടുണ്ട്. മക്കളെ നോക്കി, ഇതിവിടെ 0 ഉണ്ട്, നിങ്ങള് 0 ഡിഗ്രി സെൽഷ്യസ് കണ്ടില്ലേ? 0 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? അതിന്റെ വ്യാപ്തം 0ക്ക് എത്തിയിട്ടില്ല അല്ലെ? വ്യാപ്തം 0 ആയിട്ടില്ല. ഇവിടെ താപനില ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴും അതിന്റെ ഇത് അവിടെ ഈ 0 എത്തിയിട്ടില്ല, ഈ വരമ്പ് തട്ടിയിട്ടില്ല അല്ലെ? ഈ വരമ്പ് തട്ടിയിട്ടില്ല. ഇവിടെ ഈ പോയിന്റിൽ അഥവാ 0 ഇങ്ങനെ പിന്നിക്ക് വരികയാണ്. -100, -200, -300 ഈ -273.15 ഡിഗ്രി സെൽഷ്യസ്, -273.15 ഡിഗ്രി. നിങ്ങൾ ആ 15 ഡിഗ്രി പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. -273 ഡിഗ്രി സെൽഷ്യസ് എത്രയാടാ? -273 ഡിഗ്രി സെൽഷ്യസ്. മക്കളെ, ചില ആൾക്കാർക്ക് ഇത് ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് കെൽവിൻ ആണോ എന്നൊക്കെ സംശയം വരാറുണ്ട് കേട്ടോ. ഇത് കെൽവിൻ അല്ല, ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന വാല്യൂ ആണ്. ശ്രദ്ധിക്കണേ. അപ്പോ ഒരു ഏത് ഗ്യാസ് ആണെങ്കിലും ആ ഗ്യാസിനെ നമ്മൾ ഇങ്ങനെ തണുപ്പിച്ച് കൊണ്ടുവരട്ടോ. എത്ര വരെ നമുക്ക് പരമാവധി ഒരു ഗ്യാസിനെ, ഒരു വാതകത്തെ തണുപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും? പരമാവധി -273 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗ്യാസിനെ അതിലും താഴേക്ക് നമുക്ക് ആ ഗ്യാസിനെ ഇനി തണുപ്പിക്കാൻ പറ്റൂല. അത് ഗ്യാസ് വാതകം എന്ന അവസ്ഥയിൽ അത് മാറും. ഓക്കെ, അപ്പോ ഒരു ഗ്യാസിന്, ഒരു വാതകത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ഈ താപനിലയാണ് നമ്മൾ അബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ കേവല 0 എന്ന് വിളിച്ചത്. അത് എത്രയാടാ? അത് -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്, കെൽവിൻ അല്ല കേട്ടോ. അപ്പോ മാറിയരുത്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ്, സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം. അതായത് ഇവിടെ y അക്ഷത്തിൽ v/t എടുത്തിട്ടുണ്ട്, x അക്ഷത്തിൽ ടിയും എടുത്തിട്ടുണ്ട് അല്ലെ? ഈ ഗ്രാഫ് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടു വിച്ച് ഗ്യാസ് ലോ ഡസ് ദിസ് ഗ്രാഫ് റിലേറ്റ്? മക്കളെ, നമ്മൾ നോക്കി, ഒരു ഗ്രാഫ് വര നേരെ ഇങ്ങനെ പോവാറ്, അതിന് അർത്ഥം എന്താ? കോൺസ്റ്റന്റ് എന്നാണ് അർത്ഥം. ഗ്രാഫിന്റെ വര നേരെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് സ്ഥിരമാണ്, കോൺസ്റ്റന്റ് ആണ് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് v/t സമം സ്ഥിരസംഖ്യ, v/t സമം സ്ഥിരസംഖ്യ, v/t സമം കോൺസ്റ്റന്റ് എന്ന് വരുന്നടാ. വിയും ടിയും ഒക്കെ വരുന്ന സമവാക്യം ഏതാണ്? ഏത് വാതക നിയമമാണ്? അത് ചാൾസ് നിയമമാണ് അല്ലെ? അപ്പൊ v/t സമ സ്ഥിരസംഖ്യ എന്ന് വരുന്നത് ചാൾസ് നിയമത്തിലാണ്. ചാൾസ് നിയമം. അപ്പൊ ആൻസർ എന്താണ്? ഇത് ഏത് ഗ്യാസ് ലോയുമായി, ഏത് വാതകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ചാൾസ് നിയമം. ഇംഗ്ലീഷിൽ നമ്മൾ ചാൾസ് ലോ എന്ന് പറയും. ഈ നിയമം പ്രസ്താവിക്കുക. എടാ, നമ്മുടെ ചാൾസ് നിയമം മറ്റേ കോഡ് ഓർമ്മ നിങ്ങൾക്ക് എന്ത്? ചേട്ടന്റെ ടെമ്പർ എത്ര കൂടിയാലും നമ്മൾ പാട്ടിന്റെ വോളിയം കൂട്ടും. ചാൾസ് ലോ പ്രകാരം താപനില കൂടുന്നതിനനുസരിച്ച് വ്യാപ്തം കൂടും, അഥവാ താപനിലയും വ്യാപ്തവും നേർ അനുപാതത്തിലാണ് അല്ലെ? അപ്പോൾ മലയാളത്തിൽ നിയമം പ്രസ്താവിക്കുമ്പോൾ അവിടെ നമ്മൾ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പറയണത് ആരെ പറ്റി പറയുന്നില്ല മക്കളെ? മർദ്ദത്തെ കുറിച്ച് പറയണില്ല. അപ്പൊ ആരെ പറ്റിയാണോ പറയാത്തത് അയാൾ സ്ഥിരം എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുക അല്ലെ? അഥവാ ചാൾസ് നിയമപ്രകാരം സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ താപനില അറിയുമ്പോൾ നമ്മളെ സെൽഷ്യസ് സ്കെയിലിലെ താപനിലയാണോ? അല്ല, കെൽവിൻ സ്കെയിലിലെ താപനിലക്ക് നേർ അനുപാതത്തിലായിരിക്കും. കെൽവിൻ സ്കെയിലിലെ താപനിലക്ക് നേർ, അതാണ് അതിന്റെ നിയമം അല്ലെ? അറ്റ് കോൺസ്റ്റന്റ്, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ the volume of a fixed mass of gas is directly proportional to temperature in Kelvin scale എന്ന് എടുത്തു പറയണം കേട്ടോ. ഇനി v/t വിലയുടെ പ്രത്യേകത എന്താണ്? എടാ, എന്താ v/t പ്രത്യേകത? v/t വില പ്രത്യേകത അത് എപ്പോഴും സ്ഥിരമായിരിക്കും. അതേ ഉള്ളൂ, മലയാളത്തിൽ എത്ര പറഞ്ഞാൽ മതി, അത് എപ്പോഴും സ്ഥിരമായിരിക്കും. ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ്. ഇംഗ്ലീഷ് പറയുമ്പോൾ ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഇത് പഴയ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നില്ല, പുതിയ ടെക്സ്റ്റിൽ ആഡ് ചെയ്ത സാധനമാണ് ഇങ്ങനെ ഈ കോൺസ്റ്റന്റിന്റെ ഗ്രാഫ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ച മക്കളെ, ഇവിടെ ഈ വര ഇങ്ങനെ കണ്ടാൽ ഇത് കോൺസ്റ്റന്റ് ആണ്, സ്ഥിരമാണെന്നാണ്. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഇവിടെ v/t എന്നാണ്. ഇവിടെ v/t ആണെങ്കിൽ v/t സ്ഥിരസംഖ്യ ചാൾസ് ആണ്. എന്നാൽ ഇവിടെ അതിന് പകരം ഇവിടെ pv എന്നാണ് കൊടുത്തെന്ന് കരുതുക. ഇവിടെ pv എന്നാണ് കൊടുത്ത്, pv സമ സ്ഥിരസംഖ്യ ആണെങ്കിൽ ഏതാ നിയമം? ബോയിൽ നിയമമാണ്. ഓക്കെ ആണല്ലോ? pv ആണ് എങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെ സ്ഥിരമാണെങ്കിൽ അത് ബോയിൽ നിയമം. ഇവിടെ v/t എന്ന് കൊടുത്തുകൊണ്ട് v/t സ്ഥിരസംഖ്യ ആവുന്ന ഏതിലാണ്? ചാൾസ് നിയമത്തിലാണ്. മാറിപ്പോരുത്.
ഓക്കെ, 27°C ഒരു ATM മർദ്ദം, ഒരു ഭാഗത്തിന്റെ വ്യാപ്തം 100 മില്ലി ആണെങ്കിൽ, ഇനി പുതിയ കാര്യങ്ങൾ പറയണേ, 273 കെൽവിൻ താപനില 0.5 ATM മർദ്ദത്തിൽ വാതകത്തിന്റെ വ്യാപ്തം എത്രയായിരിക്കും? അതായത് വോളിയം ഓഫ് എ ഗ്യാസ് അറ്റ് 27°C ആൻഡ് 1 ATM പ്രഷർ ഈസ് 100 മില്ലി. ഇനി നമ്മൾ പുതിയ കാര്യം പറയാണ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ 273 കെൽവിൻ ആക്കി മാറ്റി, അതേപോലെ തന്നെ പ്രഷർ 2 ATM ആക്കി മാറ്റുക, പ്രഷർ 2 ATM ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രഷർ 2 ATM ആണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ പുതിയ വോളിയം എത്രയായിരിക്കും എന്നാണ് ചോദ്യം കേട്ടോ. ശ്രദ്ധിക്കണേ, ഇവിടെ ഈ ചോദ്യത്തിൽ രണ്ടിലും 2 വാല്യൂ അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ 1 ATM 0.5 ATM ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പുതിയ പിന്നെ പ്രഷർ 2 ATM ആണ്. അപ്പോൾ 2 ചോദ്യം വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. എന്തായാലും ഇവിടെ ആദ്യത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27°C എന്ന് പറയുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ അങ്ങനെ നിർത്താൻ പാടില്ലല്ലോ, വേഗം കെൽവിനിലേക്ക് മാറ്റണം അല്ലേ. അപ്പൊ ആദ്യത്തെ ടെമ്പറേച്ചർ T1 സമം, ആദ്യത്തെ ടെമ്പറേച്ചർ T1 സമം, ആദ്യത്തെ ടെമ്പറേച്ചർ T1 സമം, ഒരു മിനിറ്റ്, ആദ്യത്തെ ടെമ്പറേച്ചർ T1 സമം 27°C 27°C നമ്മൾ എന്താക്കി മാറ്റണം? 27°C നമ്മൾ എന്താക്കി മാറ്റണടാ? 27°C നമ്മൾ കെൽവിനിലേക്ക് മാറ്റണം. അപ്പൊ കെൽവിനിലേക്ക് മാറ്റാൽ 27 പ്ലസ് 273 അല്ലേ കൂട്ടേണ്ടത് അല്ലെ? ഒരു സെൽഷ്യസ് സ്കെയിലുള്ള ടെമ്പറേച്ചറിനെ കെൽവിനിലേക്ക് മാറ്റാൻ 273 ആഡ് ചെയ്യണം. അപ്പൊ T1 സമം 300 കെൽവിൻ എന്ന ആൻസർ കിട്ടും. എടാ T1 എത്ര ചോദ്യത്തിൽ തന്നത്? 300 കെൽവിൻ. ദെൻ ആദ്യത്തെ മർദ്ദം ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ മർദ്ദം P1 എത്രയാണ്? 180. ഇങ്ങനെ എടുത്ത് എഴുതട്ടോ, ഓരോ വാല്യൂ ഇങ്ങനെ കൃത്യമായിട്ട് എടുത്ത് പേപ്പറിലേക്ക് ഇങ്ങനെ എഴുതുക, എന്നിട്ട് ചെയ്യണം കേട്ടോ. ദെൻ ആദ്യത്തെ വ്യാപ്തം V1 തന്നിട്ടുണ്ട്, ആദ്യത്തെ വോളിയം 100 മില്ലി. അപ്പൊ T1 തന്നു, P1 തന്നു, V1 തന്നു. ഇനി ആരൊക്കെ മാറുന്നുണ്ട്? എല്ലാവരും മാറുന്നുണ്ട്. താപനില മാറി അല്ലെ, ഈ 300 273 മാറി. അഥവാ T2 സമം, ഇവിടെ നമുക്ക് ഇനി കെൽവിനിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ടോ കുട്ടികളെ? ഇല്ല, ഓൾറെഡി കെൽവിനിൽ തന്നിട്ടുണ്ട്. T2 സമം 273 കെൽവിൻ. രണ്ടാമത്തെ മർദ്ദം P2 സമം 0.5 എന്ന് തന്നിട്ടുണ്ട്. എടാ ഇവിടെ ഇംഗ്ലീഷ് മീഡിയക്കാരെ, ഇവിടെ ചോദ്യത്തിൽ P2 സമം 2 ATM ആണ് കേട്ടോ. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണേ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ P2 ഉം T2 ഉം തന്നിങ്ങോട്ട് V2 ആണ് കാണാൻ ചോദിച്ചത്. മക്കളെ, അപ്പൊ നമുക്ക് ഈ 3 മാറുന്ന സമവാക്യം, ഇപ്പോ ബോയിൽ നിയമത്തിലോ ചാൾസ് നിയമത്തിലോ ഇങ്ങനെ 3 ആൾക്കാരെ മാറില്ലല്ലോ. ബോയിൽ നിയമത്തില് ഒന്നുകിൽ പ്രഷറും വോളിയം P യും V യും മാറും, ചാൾസ് ലോയില് V യും T യും മാറും അല്ലെ. എന്നാൽ ഇവിടെ 3 മാറുണ്ടെങ്കിൽ അതേതാ മക്കളെ? അത് സംയോജിത വാതക സമവാക്യമാണ്. ഏത്? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ആണ്. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്താണ്? P1 V1 by T1 is equal to P2 V2 by T2 എന്ന സമവാക്യം എഴുതുക. എന്നിട്ട് നമ്മൾ ഇതിൽ വില കൊടുക്കുക കേട്ടോ. P1 എത്രയാണ്? 1 ഇൻറ്റു V1 എത്രയാണ്? 100 ബൈ T1 എത്രയാണ് അവിടെ? 300 ഈസ് ഈക്വൽ ടു P2 എത്രയാണ്? മലയാളം മീഡിയക്കാരെ P2 0.5 ആണ്. ഇംഗ്ലീഷ് മീഡിയം 0.5 2 എന്ന് എഴുതട്ടാ. അതേപോലെ തന്നെ V2 എത്രയാണ് ഇവിടെ? V2 നമ്മൾ കാണാൻ പറഞ്ഞ സാധനമാണ്. ബൈ T2 എത്രയാണ്? T2 പുതിയ താപനില T2 273 ആണ്. അപ്പൊ മക്കൾ നമ്മൾ ഇനി എന്താ ചെയ്യാം? നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ എന്നുള്ള രൂപത്തിലുള്ള സംഗതി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ഇവിടെ ഉള്ളതിന് ഇതുമായി മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിന് ഇതുമായി മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് കാണാനുള്ള ആളെ എങ്ങോട്ട് കൊണ്ടുവരിക. അതായത് 1 × 100 എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു ഇങ്ങനെ ഇവിടെ ആരുള്ളത് 273 ഈസ് ഈക്വൽ ടു ഇവിടെ ഉള്ളത് 300 ഇൻറ്റു 0.5 ഇൻറ്റു V2. ഓക്കെ, 100 ഇൻറ്റു 273 എന്ന് പറയുമ്പോൾ 273 കഴിഞ്ഞ് 2 0 ഇട്ടാ പോരെ. നമ്മൾ 100 സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യടാ? നമ്മൾ അത് സംഖ്യ കഴിഞ്ഞിട്ട് 2 0 ചേർക്കും. 300 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 150. 300 ഇൻറ്റു 0.5 പറഞ്ഞാൽ പകുതിയാണ്, ഹാഫ് ആണ്. അപ്പൊ 300 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 300ന്റെ പകുതി. 0.5 എന്ന് പറഞ്ഞാൽ അരയാണ്, ഹാഫ് ആണെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ 0.5നെ ഏതൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴും അതിന്റെ പകുതി എടുത്താൽ മതി. 300 ഇൻറ്റു 0.5 150 ഈസ് ഈക്വൽ ടു V2. അപ്പൊ V2 എത്ര വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ
ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ എത്രയാണോ അതായിരിക്കും V2. ഇവിടെ V1ന്റെ യൂണിറ്റ് മില്ലി ആയിരുന്നു മക്കളെ, V1ന്റെ യൂണിറ്റ് മില്ലി ആയിരുന്നു. സോ ഇവിടെ കിട്ടുന്ന ഉത്തരം എത്രയാണോ അതും നിങ്ങൾ മില്ലി ആക്കി മാറ്റണം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് സെക്കൻഡ്, അതായത് P2 എന്ന് പറയുന്നത് 2 ATM ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എടുക്കുന്നത് 2 ATM വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ 300 ഇൻറ്റു 0.5 എന്നുള്ളത് 300 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 600 എന്നാവും വരിക. അപ്പൊ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഇംഗ്ലീഷ് മീഡിയത്തിന്. ഓക്കെ, അപ്പൊ നമ്മൾ 9 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഈ ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. വെറും 2 വർഷത്തെ ചോദ്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഇതിന് മുമ്പത്തെ വർഷങ്ങളിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ചോദ്യങ്ങൾ കണ്ട് ചോദ്യങ്ങൾ ചെയ്തു പഠിച്ച്, ഈ ചാപ്റ്റർ ചെയ്ത് പഠിക്കേണ്ടത് അങ്ങനെ മക്കളെ, ഇത് നിങ്ങൾ കുറെ ഇങ്ങനെ വായിച്ചു പഠിക്കേണ്ട സംഗതിയല്ല. നമുക്കൊരു ചോദ്യം കാണുമ്പോൾ ആ ചോദ്യത്തിൽ നിന്നുള്ള വാല്യൂസ് എടുത്ത് എഴുതിയിട്ട് ആ ചോദ്യത്തിൽ എന്താണ് കാണേണ്ടത് അങ്ങനെ ആ ഇക്വേഷൻ കൊടുത്ത് ചെയ്തു പഠിക്കേണ്ട ചാപ്റ്ററാണ്. അങ്ങനെ നിങ്ങൾ ചെയ്ത് രസമായിട്ട് അങ്ങനെ ചെയ്യാനുള്ള താല്പര്യത്തോടുകൂടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റും. ഇതിന്റെ 2, 3, 4 ടോപ്പിക്കുകൾ നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.